സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ശ്രീഗോവിന്ദായ നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കുക. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി. അന്ന് ഈ മുറ്റൊന്നും ഇത്രയ്ക്കും വൃത്തിയുണ്ടായിരുന്നില്ല. നിങ്ങളിവിടെ നാമജപം നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവിടെ ബോർഡിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു നാരായണീയ പാരായണം, അതുപോലെ നാമജപം. നാമജപത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അതിനു മുൻപ് ഏത് നാമങ്ങളാണ് നമ്മൾ ജപിക്കുന്നത്? ഇതിപ്പോൾ ഒരു കൃഷ്ണക്ഷേത്രം, ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണന് മുന്നിൽ തന്നെ വന്നിരുന്ന് ഒരു പ്രഭാഷണം നടത്താൻ കഴിയുക, അത് മഹാഭാഗ്യ. പ്രത്യേകിച്ചും ഇന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ നടന്ന ഒരു ക്ഷേത്രം. കുട്ടികളെല്ലാം ഒരുമയോടുകൂടി ശോഭായാത്രയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ തത്വം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനു മുമ്പ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി. അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരിക പ്രയാസം. അപ്പം ഈ വർഷം ഇന്നാണ് അഷ്ടമി, പക്ഷെ നാളെയാണ് രോഹിണി നക്ഷത്രം. തിഥി നോക്കിയാണ് എടുക്കുന്ന പിറന്നാള്. ഇന്ന് കാർത്തികയാ ശരിക്ക്. അപ്പോൾ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് അഷ്ടമി രോഹിണി ചേർന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അതേസമയം ചിങ്ങമാസത്തിൽ നമുക്ക് ചിങ്ങമാസത്തിൽ രണ്ട് സന്തോഷ. ഒന്ന്, ഭഗവാന്റെ പിറന്നാള്. നമ്മുടെ പിറന്നാളൊക്കെ നമ്മൾ കേമായി കൊണ്ടാടും അല്ലേ? നമ്മൾ അങ്ങനെ ആരാധിക്കുന്ന ആ ദേവതയുടെ ഒരു പിറന്നാള് നമുക്ക് ആരാധിക്കാൻ, ആഘോഷിക്കാൻ കഴിയുക. അതിലും വലിയ ഒരു ഭാഗ്യം വേറെയില്ല. നമ്മുടെ പിറന്നാള് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് സന്തോഷ! ഭഗവാന്റെ പിറന്നാള് കൊണ്ടാടാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി എന്ന് പറയുമ്പോൾ അതിലൊരുപാട് സന്തോഷം. മറ്റൊന്ന്, ചിങ്ങമാസത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം എന്താ? ഓണം വരുന്നുണ്ട്. ഓണം ആരുടെ ജന്മനക്ഷത്ര? വാമന അവതാര, ഭഗവാന്റെ അവതാരങ്ങളാ. ഹൈന്ദവന്റെ എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും ഈശ്വരീയമായ ബന്ധങ്ങളുള്ളവയാണ്. നമ്മൾ എന്തെടുത്തു നോക്കൂ, തിരുവാതിര ധനുമാസം മഹാദേവന്റെ പിറന്നാളാ. അതുപോലെ ഓണം വാമനാവതാരം, വാമനമൂർത്തി അവതരിച്ച ദിവസം. ഇനി വിഷു ആണെങ്കിൽ തന്നെ കൃഷ്ണന്റെ ഒരു കഥ അതിന് പിറകിലുണ്ട്. ഇങ്ങനെ എന്തൊരാഘോഷം എടുക്കുമ്പോഴും നമ്മുടെ കഥകളുടെ പിറകിൽ ഈശ്വര കഥകളാണ്. അപ്പോൾ എന്തിനാണ് ഈ ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം? എന്തിനാ? ഇപ്പം എല്ലാ വർഷവും നമ്മളിവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നുണ്ട് അല്ലേ? പല ആഘോഷങ്ങളും ഉണ്ട്. എന്തിനാ ഈ ആഘോഷങ്ങൾ? അതെല്ലാം ഹൈന്ദവന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും
മാറ്റുകൂട്ടുന്നു. അപ്പൊ എന്തിനായി ആചാരങ്ങൾ? ഇപ്പൊ കർക്കിടകം വന്നു, നമ്മൾ രാമായണ പാരായണത്തിലായിരുന്നു, അത് നമ്മളുടെ ഒരു ആചാരം, അനുഷ്ഠാനം. അതിനു മുമ്പ് വൈശാഖം, നമ്മൾ ഇന്നും സഹസ്രനാമം ജപിച്ചു, അത് നമ്മളുടെ ഒരു ആചാരം. ഇപ്പൊ ഇതേ ചിങ്ങം പറന്നു, കൃഷ്ണപ്പാട്ട ഇവിടെ ഉണ്ടോന്നറിയില്ല. ഇപ്പോ ഞാൻ ഏതെല്ലാം അമ്പലത്തിൽ മാതൃസമിതി ഉണ്ടാക്കി കൊടുത്തു, അവിടെ എല്ലാം ഇപ്പൊ കൃഷ്ണപ്പാട്ട. പൊന്നിൻ ചിങ്ങം കൃഷ്ണപ്പാട്ടാൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഈ ചെറുശ്ശേരി നമ്പൂതിരിപ്പാട് ഭാഗവതത്തിലെ ദശമം എങ്ങോട്ട് കറന്നെടുത്തിട്ട് ഭഗവാന്റെ ലീലകളെ കൊണ്ട് അങ്ങ് നിറച്ചു വെച്ചിരിക്കുക. കൃഷ്ണപ്പാട്ട്, കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. ഈ കൃഷ്ണഗാഥയിലെ ഓരോ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഭഗവാന്റെ ചിത്രം ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നത് വളരെ രസകരമായിട്ട് നമുക്ക് കാണാം. ഇനി ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് ആദ്യം പറയാം. ചിങ്ങമാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം മഴയുടെ ഒരു പേടി നമുക്ക് ഉണ്ടായിരുന്നു. ഈ വർഷം അതൊന്നും ഇല്ല. തെളിഞ്ഞ ആകാശം, അതുമാതിരി നിലാവ്, നട്ടപ്പാതിരയ്ക്കാ ഭഗവാൻ അവതരിക്കുന്നത്. ഇപ്പൊ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായി ആ ഒരു ഓണത്തിനെ വരവേൽക്കാൻ. നല്ല ഒരു പ്രകൃതി അല്ലേ, മനസ്സിന് നല്ല ഒരു സന്തോഷം. മഴ ഇങ്ങനെ മാറി തെളിഞ്ഞ് വരുന്നത്, അത് നല്ല ഒരു അന്തരീക്ഷം. അതേ സമയത്ത് ഭഗവാൻ ഇവിടെ അവതരിച്ചു. നമ്മളൊക്കെ ജനിച്ചു എന്നാ പറയാ. എന്തേ ഭഗവാൻ അവതരിച്ചു എന്ന് പറയാൻ കാരണം, ഇവിടെ വന്നാല് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ശ്രമിക്കാതെ ധർമ്മത്തിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാവരും അവതാരങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് മുനീശ്വരന്മാർ ചാർത്തിക്കൊടുത്ത പേരാണ് അവതാരം എന്നുള്ളത്. ഇവിടെയാണെങ്കിലോ പൂർണ്ണാവതാരമാണ് കൃഷ്ണൻ. നമുക്ക് ഒരുപാട് അവതാരങ്ങളുണ്ട്. അങ്ങനെ ചിലർ പറയും ദേ അവൾ അവതരിച്ചു എന്ന്. മോള് നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങില്ല, അങ്ങനത്തെവരെ കുറിച്ച് അമ്മമാര് പറയുന്നത് കേൾക്കാം. അപ്പോ എന്തിനാ ഈ അവതാരം എന്ന് പറയുമ്പോൾ കൃഷ്ണാവതാരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്ക് 9 അവതാരങ്ങൾ വേറെയും നമ്മൾ പറയുന്നുണ്ട്, 10 അവതാരങ്ങളെ കുറിച്ച് അറിയാലോ. പക്ഷേ കൃഷ്ണന്റെ അവതാരത്തെ കുറിച്ച് ജന്മാഷ്ടമി, കൃഷ്ണന്റെ പിറന്നാൾ മാത്രം എന്തേ ഇത്ര ആഘോഷിക്കുന്നത്? എന്താ കൃഷ്ണൻ ഇത്ര പ്രത്യേകത? കൃഷ്ണം എന്ന് പറഞ്ഞാൽ തന്നെ ആകർഷണം ഉള്ളവൻ എന്നാണ് അർത്ഥം. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് കുറേ അടിസ്ഥാനമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ വർഷം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ നല്ല ഒരു ആത്മീയ സംസ്കാരം ഉണ്ട്. ആത്മീയമായ സംസ്കാരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അവിടെയുള്ള മാതൃസമിതിക്ക്, അവിടെയുള്ള ആ കമ്മിറ്റിക്കാണ് ഒരു പ്രഭാഷണം വെക്കണം എന്ന് തോന്നും. മറ്റേത് ആകെ ആഘോഷത്തിന്റെ പിറകെ ആയിരിക്കും. എന്തുകൊണ്ടാണോ, എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സുഹൃതം കൂടുമ്പോൾ മനുഷ്യജന്മം കിട്ടുക. അതിൽ തന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഇത്രയും എല്ലാ പണികളും കഴിഞ്ഞ് ഇത്രയും വൃത്തിയും ശുദ്ധിയുമായിരിക്കുന്ന ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിൽ വന്ന് നമ്മളിവിടെ ഇങ്ങനെ ഇരുത്തിയില്ലേ. ഇപ്പൊ ഇതേ സമയം പലരും വിദേശത്തുണ്ടായിരിക്കും, ജന്മാഷ്ടമിയൊന്നും ആഘോഷിക്കാതെ ജോലി സംബന്ധമായിട്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ചിലർ ഹോസ്പിറ്റലുകളിലായിരിക്കും, ചിലർ വൃദ്ധാശ്രമങ്ങളിലായിരിക്കും. ഇവർക്കൊന്നും ഈ സുഹൃതം ഇല്ല. കാരണം സന്ധ്യ സമയം എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തി അവതരിച്ച സമയ. അതുകൊണ്ട് ആ സന്ധ്യയാകുമ്പം മറപ്പടി മരിക്കരുത് എന്ന് പറയണം. അവിടെ വെച്ചിട്ടല്ലേ മേലെയും താഴെയും വെച്ച് കൊല്ലരുത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഭഗവാന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക, ഒരു ഈശ്വര കഥ അങ്ങനെ കേൾക്കുക. കാരണം നാമങ്ങൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. നാമം ജപിക്കുന്നവന് ഭഗവാൻ രക്ഷ നൽകുന്നു. അതേസമയം ഭഗവാൻ അദ്ദേഹത്തിന് ജ്ഞാനം നൽകുന്നു, കീർത്തി നൽകുന്നു, സമ്പത്ത് നൽകുന്നു. ഈ 4 കാര്യങ്ങളും നാമജപത്തിലൂടെ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മാറ്റം വന്നത്. പണ്ട് കാലത്ത് 4 യുഗങ്ങളിൽ നമുക്ക് ആദ്യത്തെ യുഗം കൃതയുഗത്തിൽ ധ്യാനമായിരുന്നു പ്രധാനം. ധ്യാനിച്ച് അങ്ങനെ ആയിരുന്നു മോക്ഷം. ത്രേതായുഗം വന്നപ്പോഴേക്കും യാഗങ്ങളും യജ്ഞങ്ങളുമാണ്. വലിയ അശ്വമേധ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നു. ദ്വാപരമായപ്പോഴേക്കും പൂജാതി കർമ്മങ്ങൾക്കായി പ്രാധാന്യം. പൂജിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. പക്ഷേ ഈ കലിയുഗത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇല്ല. എന്തേ വേണ്ടു? നാമസങ്കീർത്തനം മാത്രം മതി. ഇതാണ് ഒരു നാമയജ്ഞം അല്ലെങ്കിൽ ജ്ഞാനയജ്ഞം. അപ്പൊ ഇത് എന്തിനു തുല്യ? വലിയ വലിയ ധ്യാനത്തിന്, പൂജാതി കർമ്മങ്ങൾക്ക്, അശ്വമേധ യാഗങ്ങൾക്ക്, കഠിനമായ തപസ്സിന് തുല്യമാണ് ഈ ജ്ഞാനയജ്ഞം.
ഇപ്പൊ ഏത് ക്ഷേത്രങ്ങളിലും നോക്കൂ, ഇത്തരത്തിലുള്ള ജ്ഞാനയജ്ഞങ്ങളാ, അല്ലെങ്കിൽ അമ്മമാര് ചേർന്നിരുന്ന് നാരായണീയം ജപിക്കും, അല്ലെങ്കിൽ ഗീത, ഇന്നിവിടെ ഗീതയൊക്കെ ജപിച്ചില്ലേ, എന്ത് സുഖമായിട്ടാ ഗീത പറയുന്നത് അല്ലേ. ഓരോ കാര്യങ്ങൾ അങ്ങനെ കേൾക്കുമ്പോഴേ ഇപ്പൊ ഭഗവാൻ അവതരിക്കുന്നത് എന്താണെന്ന് ആദ്യം പറയാം. ഭാഗവതം നമ്മുടെ പഞ്ചമവേദം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും. ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യതേ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പോ 4 വേദങ്ങൾ നമുക്കുണ്ട്. ഈ വേദത്തിലെ ഓരോ സൂക്തങ്ങളും എടുത്തങ്ങനെ ചൊല്ലുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് സാധാരണക്കാർക്ക് വേണ്ടി മുനീശ്വരന്മാർ എന്ത് രചിച്ചത്? ഇതിഹാസങ്ങളും പുരാണങ്ങളും. 4 വേദങ്ങൾ, 2 ഇതിഹാസങ്ങൾ, 18 പുരാണങ്ങൾ. ഈ 2 ഇതിഹാസങ്ങളിൽ മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കൃഷ്ണൻ. അതുപോലെ പുരാണങ്ങളിലെ ഭാഗവത മഹാപുരാണം ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കുന്നതാണ്. ഭാഗവത മഹാപുരാണം. സുതപൗരാണികൻ കയറി വന്നപ്പോ നൈമിഷാരണ്യത്തിൽ ഒരു കഥ പറയൂ എന്ന് പറയാ മുനീശ്വരന്മാർ. അപ്പൊ ഏത് കഥയാ പറയണ്ടേ? അപ്പൊ പറയുന്നത് ഞാൻ ഭാഗവതം പറയാം. എന്താ മഹർഷി അതിന്റെ പ്രത്യേകത? പറയുന്നവനും കേൾക്കുന്നവനും ഭക്തിയുണ്ടാകുന്നതാണ് ഭാഗവത കഥകൾ, ഈശ്വര കഥകൾ. ഈ ഭാഗവതത്തിലെ 9ാമത്തെ അവതാരമായ ദേവകിയുടെ 8ാമത്തെ പുത്രനായ കൃഷ്ണൻ ദശമസ്കന്ധത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ ജനിച്ചു എന്നാ പറയുന്നത്. നമ്മൾ അവതാര ഇന്ന് എന്നൊക്കെ പറഞ്ഞു ഓടാറില്ലേ സപ്താഹത്തിന്? ഈ അവതാരത്തിന്റെ ആ ഭാഗത്ത് പറയുന്ന ശ്ലോകം, അതിനെ കുറിച്ചൊന്ന് പറയാം. അതായത് നമ്മളിപ്പോ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠയൊക്കെ നടത്തിയില്ലേ? എപ്പോഴാ ചെയ്ത്? അഭിജിത്ത് മുഹൂർത്തം. എപ്പോഴാ? നട്ടുച്ചയ്ക്കാ. 12 മണിയും 1 മണിയും അതിനിടയ്ക്കുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. അതില് രാമായണത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന നേരത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ ജനിച്ചു എന്ന്. പക്ഷേ കൃഷ്ണൻ എപ്പോഴാ ജനിക്കുന്നതെന്നാ ഭാഗവതം പറയുന്നത്? നിശീതേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ. ഈ ഒരു ശ്ലോകം മതി 1 മണിക്കൂർ പ്രഭാഷണത്തിന്. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. നിങ്ങൾ സപ്താഹം കേൾക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഒരു സംസ്കാരമുള്ളവരെ സന്ധ്യയ്ക്ക് ഇങ്ങനെ വന്നിരിക്കൂ. ഇതാണ് ഏറ്റവും വലിയ സുഹൃതം. കാരണം ജന്മം കിട്ടിയിട്ട് ഈശ്വര കഥകൾ ചെവിയിൽ വന്ന് വീണില്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല. വീട്ടിൽ എന്താ കേൾക്കുന്നേ? അതിങ്ങോട്ട് എടുക്കൂ, ഇതങ്ങോട്ട് ചെയ്യൂ. നമുക്ക് ഇങ്ങനെ ഓരോ ഓർഡറുകളാ അല്ലെ? നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടുമോ? എന്തിനാണ് ഈ ജന്മം കിട്ടിയത്? ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ എപ്പോഴാ ജനിച്ച്? നിശീതേ തമ ഉത്ഭൂതേ, രാത്രി നട്ടപ്പാതിരക്കാ ഭഗവാൻ ജനിച്ചത്. എന്താ പറയുന്നത് നോക്കൂ. ജായമാനേ ജനാർദ്ദനീ, ജനാർദ്ദനൻ മറ്റുള്ളവരുടെ വിഷമങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് ജനാർദ്ദനൻ എന്നാ പറയാ. അങ്ങനെ രാത്രി നട്ടപ്പാതിര സമയത്ത് ഭഗവാൻ അവതരിച്ചു. എവിടെ? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാണ് ഭഗവാൻ അവതരിക്കേണ്ടത്. അതുകൊണ്ടാ പറയുന്നത് ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ. ദേവകിയുടെ പുത്രനായി ദേവിയാണ്. ദേവകി എന്ന് പറഞ്ഞ അതിഥി മാതാവിന്റെ മറ്റൊരു ജന്മാന്നാ പറയുന്നേ. ഭഗവാനെ കുട്ടിയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട്. ഇനിയോ വിഷ്ണു സർവഗുഹാശയ. എന്താ വിഷ്ണു എന്ന് പറഞ്ഞ? വ്യാപ്നോതി ഇതി വിഷ്ണു, വ്യാപിച്ചിരിക്കുന്നവനാ. എവിടെയാ? ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന എല്ലാ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നവനാണ് വിഷ്ണു. അതാണ് വ്യാപ്നോതി ഇതി വിഷ്ണു എന്ന് പറയുന്നത്. വേദം ജപിക്കുമ്പോൾ ഈ വിഷ്ണു സൂക്തത്തിലും ഇത് തന്നെയാ പറയുന്നത്. ഭഗവാൻ ഓരോ വാക്കുകളിലും നാമങ്ങളിലും മനുഷ്യന്റെ മനസ്സിലും ഗുഹകളിൽ വാക്കുകൾ എന്ന പോലെ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? വിഷ്ണു സർവഗുഹാശയ. നമ്മുടെ മനസ്സിൽ ഗുഹ പറഞ്ഞാൽ ഏതൊക്കെയോ കാട്ടിലുള്ളതാ. ഏതാ ഈ ഗുഹ എന്നറിയോ? നമ്മുടെ മനസ്സാ. ഗുഡാകേശനാണ് ഭഗവാൻ എന്നാ പറയാ. അപ്പൊ എന്താ ഇവിടെ
ഇവിടെ പറയുന്നത്? ഭഗവാൻ അവതരിച്ചു. ഇനി എങ്ങനെ അവതരിച്ചേ? സാധാരണ കുട്ടിയായിട്ടാണോ? അല്ല, കൽത്തുറുങ്കില. നമ്മളൊക്കെ ഗർഭാശയത്തിൽ ഒരൊറ്റ കൽത്തുറുങ്കില, കംസന്റെ കൽത്തുറുങ്കും അമ്മയുടെ ഗർഭവും, അങ്ങനെ 2 തരത്തിൽ കൽത്തുറുങ്കിലായിരുന്നു കൃഷ്ണൻ. അങ്ങനെ അവതരിച്ച സമയത്ത് കുട്ടി നേരെ ആ രൂപം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഈ യോഗീശ്വരന്മാർ, മാമുനീശ്വരന്മാർ, സാധാരണക്കാരും തപസ് ചെയ്യുമ്പോ ധ്യാനിക്കുമ്പോ എന്താ ആഗ്രഹിക്കുക? കൃഷ്ണ, അങ്ങയുടെ ആ രൂപം ഒന്ന് കാണിച്ചു തരണേ കേട്ടോ. കുറൂരമ്മ എന്താ പ്രാർത്ഥിച്ചേ? കൃഷ്ണ, ഒരുപാട് കാലമായി ഇങ്ങനെ അങ്ങോട്ട് വരുന്നു, എനിക്കിപ്പോ വയ്യ, ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ. ഒരു ദിവസം മുത്തശ്ശി വയ്യാതെ ഇങ്ങനെ പൂവൊക്കെ പൊട്ടിക്കുമ്പോ അങ്ങോട്ട് ചെന്നൂത്രേ, ഉരുണ്ടു മറിഞ്ഞിട്ട് അടുത്ത വീട്ടിലെ കുട്ടിയുടെ രൂപത്തില്. എന്താ മുത്തശ്ശി, പൂവ് പൊട്ടിക്കാൻ സഹായിക്കണോ? മുത്തശ്ശിക്ക് മനസ്സിലായില്ല. ആ പൂക്കൂടെ അങ്ങോട്ട് തരൂന്ന് പറഞ്ഞു. ഉരുണ്ടു മറിഞ്ഞ് പവിഴമലയുടെ മുകളിലൊക്കെ കയറി നിറയെ പൂക്കൾ അറുത്തു കൊടുത്തു. മുത്തശ്ശിയുടെ കയ്യും പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിയിത്രേ. കൃഷ്ണനെ നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും നടത്തിത്തരുന്ന ആ സർവഗുഹാശയനായ കൃഷ്ണൻ കുറൂരമ്മ മരിക്കുന്ന സമയത്ത് വിഷ്ണു സഹസ്രനാമം അങ്ങനെ ചൊല്ലുകയാണത്രേ. നിങ്ങളിവിടെ രാവിലെ ചൊല്ലിയില്ലേ? അവസാനം എന്താ ചൊല്ലിയത്? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവാ നമോസ്തുതേ. സർവഭൂത നിവാസോസി, അതുകൊണ്ടാണ് വാസുദേവൻ എന്ന് പറയുന്നത്. എല്ലാ ഭൂതങ്ങളിലും ജീവജാലങ്ങളിലും വസിക്കുന്നവനാണ് വാസുദേവൻ. കൃഷ്ണന്റെ അമ്പല. ഇവിടെ വന്ന മൂലമന്ത്രം ജപിക്കണം. എന്താ മൂലമന്ത്രം? തൊഴുതങ്ങനെ നിൽക്കുമ്പോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിങ്ങൾ ജപിക്കാറില്ലേ? അതാണ് കൃഷ്ണന്റെ മൂലമന്ത്രം. ഗുരുവായൂർ പോയാൽ അങ്ങനെ ഓടി ഓടി എഴുതി വെച്ചത് പോകുന്നത് കാണുന്നില്ലേ? ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിലെ ദേവതയുടെ മൂലമന്ത്രം ജപിക്കണം. ഇനി പ്രദക്ഷിണം വെച്ച് അങ്ങ് ചെന്നാലോ ആദിദേവനായ മഹാദേവന്റെ തിരുനാമം എന്താ? ഓം നമഃ ശിവായ എന്ന മൂലമന്ത്രം ജപിക്കണം. അങ്ങനെ ഈ ഭഗവാൻ അങ്ങോട്ട് അവതരിച്ചു. എങ്ങനെ ആ രൂപം കാണിച്ചു കൊടുത്തത്? എന്താണോ കുറൂരമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചൊല്ലുകയാണത്രേ. ആത്മയോനി സ്വയം ജാതോ വൈഖാന സമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷിതീശ പവനാശന ശംഖബൃന്ദഗീ ചക്രേ. അതുവരെ ചൊല്ലിയുള്ളൂ അത്രേ. അപ്പൊ ഭഗവാൻ അടുത്തങ്ങനെ വന്നിരുന്ന് ആ അമ്മയുടെ കയ്യിൽ പിടിച്ച് ഭഗവാന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരാ കയ്യിലേക്ക് ഇറ്റ് വീണു. ആ അമ്മയുടെ കണ്ണിൽ നിന്നും വെള്ളം ധാരയായി ഒഴുകി. ഗുരുവായൂർ നടയിൽ ചെന്നാൽ നമുക്ക് ആ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുന്നവരെ ഗംഭീര നാമജപ. അകത്തങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തുമ്പോ, ശ്രീലകത്തിനടുത്ത് എത്തുമ്പോ നിങ്ങളുടെ കണ്ഠം ഇടറുന്നുണ്ടെങ്കിൽ, കണ്ണിൽ വെള്ളം നിറയുന്നുണ്ടെങ്കിൽ അത് ഭക്തിയുടെ പാരമ്യതയാണ് എന്ന് മനസ്സിലാക്കുക. നാരായണീയ മാധ്യഭാഗത്തും പറയുന്നുണ്ട് അത്. അപ്പോ ഭഗവാനെ കണ്ടപ്പോ കുറൂരമ്മയ്ക്ക് പിന്നെ ബാക്കി ചൊല്ലാൻ പറ്റിയില്ല. ആ കണ്ണിൽ വെള്ളം നിറഞ്ഞിങ്ങനെ കവിഞ്ഞൊഴുകി. ഭഗവാൻ ആ രൂപം കാണിച്ചു കൊടുത്തു. ആ കണ്ണുകൾ തൊട്ടടച്ചുകൊണ്ട് കുറൂരമ്മയെ മരിപ്പിച്ചതുപോലെ ഒരുപാട് നാമം ജപിക്കുമ്പോ ഒരു ദിവസം ഭഗവാൻ നമ്മളെയും തേടി വരും. അപ്പൊ തോന്നും മരിക്കൊന്നും വേണ്ട അല്ലെ, മരണം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? പക്ഷേ ഇവിടെ കുട്ടിയായിട്ട് കാണിച്ചു കൊടുക്കുന്ന രൂപം അതേ രൂപ. നമ്മുടെ മനസ്സിൽ എന്താ? വിഷ്ണു എന്ന് പറഞ്ഞ കൃഷ്ണനായിട്ടല്ല കാണിച്ചു കൊടുത്ത്. തമൽബുധം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം. ആ മഞ്ഞപ്പട്ടൊക്കെ അങ്ങനെ ഉടുത്ത് 4 തൃക്കൈകളോടുകൂടി ഭംഗിയുള്ള കൗസ്തുഭമണിഞ്ഞ കഴുത്തോടുകൂടി ആ കൃഷ്ണൻ ദേവകിക്കും വസുദേവർക്കും ആ രൂപം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ മകനായിട്ട് കണ്ടോളൂ, പക്ഷേ ഭഗവാനായി ഭജിക്കണം എന്നുള്ള ഒരു ഉപദേശം. പക്ഷേ ദേവകിരും വസുദേവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നും കഷ്ടപ്പെടുന്നും ഉണ്ട്. നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ആര് കരുതണം?
നമ്മുടെ അമ്മയും അച്ഛനും വലിയ പ്രഭാഷകരാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ ശ്രമിക്കണം. നിങ്ങൾ കർക്കിടകത്തിൽ എന്താ ജപിച്ചേ? രാമ രാമ പാഹി മാം, പാഹി മാം, എന്നെ രക്ഷിക്കൂന്നേ ജപിക്കുന്നുള്ളൂ. എന്നെ കുട്ടികളെയും കെട്ടിയവനെ രക്ഷിക്കൂ പറയുന്നില്ല. അതുകൊണ്ടാണ് ഉദ്ധവനോട് പറഞ്ഞത്, ഹേ ഉദ്ധവ, അങ്ങയെ രക്ഷിക്കാൻ എനിക്കാവില്ലാട്ടോ. യാദവർ എരകപ്പുല്ല് പറിച്ചടിച്ചു മരിക്ക. യാദവ വംശം മുടിഞ്ഞു. ഏതു വംശം? കൃഷ്ണന്റെ വംശ. എന്തേ അവർക്ക് അതിന് കഴിയാതിരുന്ന്, മോക്ഷം ലഭിക്കാതിരുന്ന്? ഭഗവാന് വേണമെങ്കിൽ കൊണ്ടുവരുന്നില്ലേ, എന്റെ കുടുംബക്കാരാന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. കാരണം ഭഗവാൻ സത്യത്തിൽ ധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാ. ധർമ്മം എന്താ പറയുന്നത് ഇവിടെ ഗീതയിൽ പറയും, യദ്യദാചരതി ശ്രേഷ്ഠ. ആരാണോ ആചരിക്കുന്നത് അവൻ ശ്രേഷ്ഠനാകുന്നു. എന്താ ആചരിക്കുന്നത്? ഇന്ന് നിങ്ങൾ ആഘോഷിച്ചില്ലേ, ഇത് നമ്മുടെ ആചാരങ്ങളാ. ആചാര പ്രഭവോ ധർമ്മ. ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ നിന്നുമാണ് ധർമ്മങ്ങൾ പ്രഭവിക്കുന്നത്, ഉത്ഭവിക്കുന്നത് എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ആചാര പരമോ ധർമ്മ. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നമ്മുടെ പരമമായ ധർമ്മമാണ്. ഇന്ന് ഓരോ കുട്ടികളെയും വേഷം കെട്ടിച്ച് ഇതിലെ കൊണ്ടുവന്നില്ലേ? ആ അമ്മയ്ക്കും അച്ഛനും അത് ചെയ്യേണ്ടതുണ്ടോ? ഇതൊക്കെ എന്ത് എന്ന് ചിന്തിച്ചൂടെ? എന്തിനു വേണ്ടിയാ? ആ കൃഷ്ണന്റെ വേഷം കെട്ടുമ്പോ, ഗോപികയുടെ രാധയുടെ വേഷം കെട്ടുമ്പോ അവർക്ക് ഒരു ഭാവം, ഞാനിപ്പോ കൃഷ്ണനെ പോലെയാ എന്നെങ്കിലും ഒരു ഭാവം, ഈശ്വരീയമായ ഒരു സ്മരണ ഉണ്ടാവുക. അതായത് നമ്മൾ എന്തൊന്നാണോ വിചാരിക്കുന്നത് അത് തന്നെ ആയി മാറും. ഇപ്പൊ നിങ്ങളൊരു 7 മണിക്ക് മുതൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ടീച്ചർ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി, ആ കൃഷ്ണകഥയാ കേൾക്കണ. ആ ഒരു ഭാവത്തില് എം ഭാവം സ്മരൻ, അതാ ഭാഗവതം പറയുന്നത്. നിങ്ങൾ എന്താണോ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആയി മാറുന്നു. എന്താ സ്മരിക്കേണ്ടേ? കൃഷ്ണ എങ്ങനെയാ മോക്ഷം കിട്ടുക എന്ന് ചോദിച്ചപ്പോ ഉദ്ധവനോട് പറയാ, എന്നെ ജപിച്ചോളൂ, എൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചോളൂ, എന്നെ സ്മരിച്ചോളൂ എന്ന് പറയാ. ഉദ്ധവന്റെ കളി പോലും കൃഷ്ണന്റെ കൂടെ കൃഷ്ണനെ പൂജിക്കലായിരുന്നു. ഭഗവാന്റെ വിഴുപ്പെടുത്ത് ഉടുക്കും, ഭഗവാൻ കഴിച്ച ബാക്കിയെടുത്ത് കഴിക്കും. അങ്ങനെ കൃഷ്ണന്റെ കൂടെ ജീവിച്ച ഉദ്ധവൻ അവസാനം പറഞ്ഞു കൊടുക്കുക, ഉദ്ധവ, തനിക്ക് താൻ തന്നെയാണ് ഗുരു. നമ്മൾക്കുള്ള ഉപദേശ. നമ്മളെ വിചാരം എന്താ? എനിക്കിപ്പോ ഗുരു ഒന്നുമില്ല, ഇനിയിപ്പോ ഇതൊക്കെ എങ്ങനെയാ പഠിക്കുക? നമുക്കൊരു ക്ലാസ് കിട്ടുന്നില്ല. സ്കൂളിൽ എന്തൊക്കെയോ പഠിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു, ഒരു ജോലിയും കിട്ടി. ഇതുകൊണ്ട് തന്നെ അങ്ങോട്ട് മരണം വരെ അവസാനിക്കൂലേ? അതല്ല ജീവിത ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ക്ലാസ്സാ ഇത്, പ്രഭാഷണം. അപ്പോ എന്ത് ക്ലാസ്സാ കൊടുക്കണ്ടേ? നമുക്ക് ആഗ്രഹം ഉണ്ടോ? നമ്മൾ തന്നെയാ നമ്മുടെ ഗുരു. അത് എങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയും. ആഗ്രഹമില്ലാതെ കുട്ടീനെ രാമായണം എത്ര പഠിപ്പിച്ചാലും അവൻ പഠിക്കില്ല. എന്നിട്ട് പറയാണ്, സൽചിന്താ സങ്കല്പങ്ങളും സൽപ്രവർത്തികളുമാണ് മഹത്വത്തിനടിസ്ഥാനം. ഇപ്പൊ ഞാൻ ഇവിടെയും നിങ്ങൾ അപ്പുറം ഇരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാ? സൽചിന്തകളിലൂടെ, സൽപ്രവർത്തികളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ വർഷങ്ങളായിട്ട് അങ്ങനെ പോകുമ്പോ ഇവിടെ അങ്ങോട്ട് ഇരുന്ന് കണ്ണങ്ങട് അടച്ചാൽ ഇതേ ഭഗവാൻ അത് ബുദ്ധിയായി മേധാസൂക്തത്തിൽ പറയുന്നുണ്ട്, ജിഹ്വാമേ മധുമത്തമ. എൻ്റെ ജിഹ്വ, എൻ്റെ നാവിൽ തേൻ തുളുമ്പുന്ന വാക്കുകൾ വരേണം. എന്താ തേൻ തുളുമ്പുന്ന വാക്ക്? മറ്റുള്ളവരുടെ കുറ്റം പറയലാണോ? പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി. എല്ലാം മറന്ന് ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് ശരീരത്തിന്റെ വേദന, മനസ്സിന്റെ വേദന, പ്രാരബ്ധം എല്ലാം മറന്ന് നിങ്ങൾക്ക് ഇങ്ങനെ 1 മണിക്കൂർ ഇരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയ സുഹൃതം. ആകെ സങ്കീർണതകളുടെ, പ്രശ്നങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും മറന്നങ്ങനെ ഇരിക്കുക. അതിലും വലിയൊരു അനുഭൂതി എന്താ? മുനീശ്വരന്മാർ പറഞ്ഞത്? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആത്മാനുഭൂതി അനുഭവിക്കാം. എന്തെല്ലാം അനുഭൂതികളാ ഉള്ളത്? ഇപ്പൊ നമുക്ക് 3 തരം ആനന്ദ. ഒന്നാമത്തത് സാധാരണ എല്ലാ ജീവജാലങ്ങൾക്കുള്ള ആ ലൗകികാനന്ദം, വിഷയാനന്ദം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെ സുഖിച്ചത്, എല്ലാ സുഖങ്ങളും ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ലൈഫ് ഉണ്ടെങ്കിലും എല്ലാ സൗകര്യമുള്ള ഒരു വീടുണ്ട്. ഈ വീടും ഒരു റൂമും അതിൻ്റെ ഉള്ളിൽ ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഒരു ടി വിയോ ഉണ്ടെങ്കിൽ എല്ലാ സുഖമായി എന്ന വിചാരം അല്ലെ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരിങ്ങോട്ട് കിടന്നു വരില്ല. അപ്പോ ആ സുഖത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. ഭാഗവതം രാവിലെ തന്നെ നമ്മൾ ഗ്രന്ഥപൂജ നടത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നതാ, ഹേ കൃഷ്ണ, ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങി കഴിയുന്ന എന്നെ ഒന്ന് ഉദ്ധരിക്കണമേ. ശരീരത്തിനെയാണോ? ആത്മാവിനെ ഉദ്ധരിക്കണം. ഗീതയും എന്താ പറയുന്നത്? ഉദ്ധരേതാത്മനാത്മാനം. എൻ്റെ ആത്മാവിനെ ഉദ്ധരിക്കാൻ കഴിയണമേ കൃഷ്ണ എന്നാ പറയുന്നത്. ഇങ്ങനെ ആ
ഒരു ലൗകിക സുഖത്തിൽ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ഒരു അന്തകൂപാണ് വീട്. ആ വീട് എന്ന ആ ഒരു ഇത് ഇങ്ങോട്ട് പൊട്ടിച്ചിട്ടേ ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാ. നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടുണ്ടാവും. രാവിലെ മുതൽ അമ്പലത്തിൽ തന്നെ ചിലര് മക്കള് പറയുന്നതാ അല്ലെ, രാവിലെ സഹസ്രനാമം ജപിച്ചു, പിന്നെ ഉച്ചയായപ്പോ സദ്യ ഒരുക്കാൻ വന്നു, വൈകുന്നേരം കുട്ടികളുടെ കൂടെ ഘോഷയാത്ര പോയി, ഇതെപ്പോഴും അമ്പലത്തിൽ തന്നെ കുറ്റം പറയും. പക്ഷെ അങ്ങനെ സർവദാ നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ കഴിയണമെങ്കിൽ എന്താ ഗീതയിൽ പറയുന്നത്? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച. ഹേ അർജുന, എന്നെ എല്ലായ്പ്പോഴും സ്മരിച്ചോളൂ. അങ്ങനെയാണെങ്കിലോ മാമനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്നെ ചിന്തിക്കുന്ന ആ ചിത്തം, ആ മനസ്സ്, ആ ആത്മാവ് എന്നിൽ തന്നെ വിലയം പ്രാപിക്കുന്നു അർജുന. അപ്പൊ എങ്ങനെ വേണം നമുക്കും അതല്ലേ വേണ്ടത്? ആ മരണസമയത്ത് ഈ ശരീരം ഞാൻ ത്യജിക്കാൻ തയ്യാറാണ്. ഭാഗവതത്തിൽ എന്താ പറഞ്ഞത്? ചോദിക്കാണ്, കിം ശ്രോതുമിച്ഛസി, ഹേ പരീക്ഷിത് മഹാരാജാവേ, ഇനി എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ശ്രീശുക ബ്രഹ്മർഷിയാ ചോദിക്കുന്നത്. അപ്പൊ പറയാ, വ്യാസന്റെ 4 പുത്രന്മാരിൽ ഏറ്റവും പക്വമായ ഫലമാണ് ശ്രീശുക ബ്രഹ്മർഷി. അപ്പൊ പറയാ, വേണ്ട, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഭാഗവതം മുഴുവനെ കേട്ടു. അപ്പൊ പറയാണ്, ഇപ്പൊ സർവജ്ഞനായില്ലേ, എല്ലാ കഥകളും കേട്ടില്ലേ, ഈ എല്ലാ അറിവുകളോടും കൂടി ഇനി ഇത്തിരി കാലം കൂടി വേണമെങ്കിൽ ജീവിക്കാം. ആ തക്ഷകന്റെ വിഷം ഇറക്കാൻ കശ്യപന് കഴിയും. അപ്പൊ പറയാ, വേണ്ട, എനിക്ക് വടക്കോട്ടും കൂടെ തിരിഞ്ഞിരുന്നു, ഇപ്പൊ നിർവികൽപ്പ സമാധി. ഈ മനസ്സിനെ കൃഷ്ണനിൽ വെച്ചുകൊണ്ട് ശരീരം വിടാൻ ഞാൻ തയ്യാറാണ്. നമ്മൾ ഒരുപാട് കാലം കഴിയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. സന്തോഷത്തോടുകൂടി മരണത്തെ സ്വീകരിക്കാൻ അതിനുള്ള ഒരു പക്വപ്പെടുത്തലാണ് എന്ത്? പക്വമായ ഫലമാക്കലാണ് ഭക്തിപ്രഭാഷണം, ആത്മീയതയിലൂടെയുള്ള യാത്ര. ആത്മീയതയിലേക്കൊന്നും പോവാത്തൊരു വ്യക്തിയാണെങ്കിലോ ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷൻ തുടങ്ങിയില്ലേ. പക്ഷെ മുനീശ്വരന്മാരെ നോക്കൂ, അവർക്ക് എപ്പോഴും സന്തോഷം, അത്രയും അവർക്ക് പ്രായം ഉണ്ടായിരിക്കും. എപ്പോഴും സന്തോഷമുള്ളവരാരാ? കൊച്ചുകുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ല, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സന്തോഷം. മറ്റൊന്നെന്താ? മാമുനീശ്വരന്മാര്, അവർക്ക് അറിവുണ്ട്, അറിവിൽ അങ്ങനെ നിറഞ്ഞു തുളുമ്പുക. നമ്മളൊക്കെ ജനിച്ചു വരുമ്പോ രമണ മഹർഷി പറയും, കാലി ബക്കറ്റാണ് അത്ര, ഒന്നുമില്ല, ക്ലീൻ സ്ലേറ്റാ നമ്മുടെ മനസ്സ്. പക്ഷെ തിരിച്ചു പോകുമ്പോ നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് വേണം പോവാന്. എന്തിനാ നിറഞ്ഞു തുളുമ്പേണ്ടത്? അറിവിൽ നിറഞ്ഞു തുളുമ്പണം. അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. അപ്പൊ ഒരുപാട് അറിവ് നേടുമ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കും? പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ കൃഷ്ണന്റെ കഥകൾ അങ്ങനെ പറയുമ്പോ, കൃഷ്ണൻ അവതരിച്ചു എന്ന് പറഞ്ഞു, നട്ടപ്പാതിരയ്ക്ക എന്താ? കള്ളനാ കൃഷ്ണൻ അല്ലേ? നമ്മുടെ മനസ്സിലെന്താ? വെണ്ണ കള്ളനാ, വെണ്ണ കട്ടൂലോ, കള്ള കൃഷ്ണൻ എന്നാ പറയാ. പേടിയില്ല നമുക്ക് കൃഷ്ണനെ. പക്ഷേ രാമനെ നമുക്ക് ഇത്തിരി പേടിയുണ്ട്. പക്ഷെ രാമാവതാരം പൂർണ്ണാവതാരം എന്നാ പറയാ. 3 അവതാരങ്ങളിൽ ഭഗവാന് രാമ എന്ന നാമ. ഈ കലികാലത്തിൽ രാമനെയോ കൃഷ്ണനെയോ ഭജിച്ചാൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കും എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ എന്തേ നട്ടപ്പാതിരയ്ക്ക് ജനിച്ച്? നട്ടപ്പാതിരയ്ക്കല്ലേ കള്ളന്മാര് പുറത്തിറങ്ങുക. അതുകൊണ്ടായിരിക്കാം അപ്പൊ വന്നത്. എന്തിനു വേണ്ടി കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചു? ഭഗവാൻ അവതരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ധർമ്മത്തെ പരിപാലിക്കാനാ. ഭൂമിദേവി ഭാരം സഹിക്കാതെ, ആരുടെ ഭാരം? ത്രേതായുഗത്തിൽ ഒരുപാട് അസുരന്മാരെ വധിച്ചു. ഈ അസുരന്മാർ വീണ്ടും ജന്മമെടുത്ത് ദ്വാപരയുഗത്തിൽ വന്നു. അപ്പൊ ഭൂമിക്ക് ഭാരം സഹിക്കുന്നില്ല. ഇപ്പൊ വയനാട് എന്തേ ഭൂമി ഇട്ടൊന്ന് കുടയാൻ? നമുക്ക് സങ്കടം തോന്നൂലേ? ഒന്നുമില്ലാത്തൊരവസ്ഥ. പക്ഷെ അതിന് ഉത്തരവാദി ആരാ? മനുഷ്യൻ തന്നെ. മനുഷ്യാണാം ബന്ധമോക്ഷൈവ കാരണം. മനുഷ്യന്റെ മനസ്സ് തന്നെ എല്ലാ ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും കാരണം. ഈ പ്രകൃതിയെ ഇത്രത്തോളം ചൂഷണം ചെയ്യുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അവന്റെ ഡെവലപ്മെന്റിന് വേണ്ടി. അത്രയും കോറികൾ അവിടെ ഉണ്ടാക്കി വെക്കുമ്പോ ബലക്ഷയം സംഭവിക്കില്ലേ? ഭൂമിയിലെ മലകളും കുന്നുകളും ഭഗവതിയുടെ മാറിടങ്ങളാണ് നമ്മളെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവയെ തുരന്നെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ വലിയ ബംഗ്ലാവുകൾ കെട്ടുന്നു. അവസാനം ഭൂമിദേവി സഹിക്കാൻ വയ്യാതെ ഒന്നിട്ട് അങ്ങോട്ട് കുടയുന്നതായി ഈ ഭൂകമ്പവും ഈ ഉരുൾപൊട്ടലൊക്കെ ആയി വരുന്നത്. ഇവിടെ ഭൂമിദേവിക്ക് സഹിക്കാൻ വയ്യ കനം. അപ്പൊ എന്ത് ചെയ്തു? ഭൂമിദേവി വേഗം ആരെടുത്ത് ചെല്ലും? ബ്രഹ്മദേവനോട് ചെന്ന് സങ്കടം പറഞ്ഞു ഗോരൂപത്തിൽ. ഇതന്നെയാ രാമായണം തുടക്കം.
അപ്പോൾ സമ്മതിച്ചു, എന്നെ കൊണ്ടാവില്ല, നമുക്ക് വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനോട് പറയാം. അവിടെ ചെന്നപ്പോൾ ഭഗവാൻ പറയുക, ഞാൻ അവതരിച്ചോളാം, കൃഷ്ണനായി അവതരിച്ചോളാം എന്ന്. അങ്ങനെയാ ഭഗവാൻ അവതരിക്കുന്നത്. ഇവിടെ വന്ന് ജനിച്ചപ്പോഴോ കുട്ടി ഉണ്ടായ ആദ്യം പേരിടണ്ടേ, പേരിട്ടു. എന്താ പേര്? നമ്മളൊക്കെ എന്തൊക്കെ പേരാടണേ, എല്ലാ കഥകളും അതിനിടയിൽ തത്വങ്ങൾ വെച്ച് വായിക്കണം, മനസ്സിലാക്കണം. നമ്മൾ ഇടുന്ന പേര് തന്നെ വിളിക്കുക, നമുക്ക് മോക്ഷം കിട്ടുന്ന. ആജാമിളോപാഖ്യാനം എന്താ പറയുന്നത്? നാരായണ എന്നറിയാതെ വിളിച്ചതാ, കുട്ടിയുടെ പേരാ വിളിച്ചത്. വിഷ്ണു പാർഷദന്മാര് വന്നിട്ട് പറയാ, ഞങ്ങളുടെ സ്വാമിയുടെ പേര് വിളിച്ചവരെ യമദൂതന്മാര് തൊടാൻ പാടില്ല, അവരെ തടഞ്ഞു നിർത്തി. കൃഷ്ണന്റെ ഒരു നാമം ജപിച്ചാൽ 1000 നാമങ്ങളുണ്ട്. തുളസി അങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക് യമദൂതന്മാർക്ക് പ്രവേശനം ഇല്ലാത്രേ. ഹൈന്ദവന്റെ ആരുടെ മുറ്റത്താ തുളസി ഇല്ലാത്ത? വിശ്വാസമില്ലാത്തവരുടെ മുറ്റത്ത് അത് വളരില്ല. അല്ലാത്തവിടത്ത് കാട് കെട്ടിയ പോലെ തുളസി ഉണ്ടാവും. ഈ തുളസി കാട് പോലെ വളർന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക് യമദൂതന്മാർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ നാരായണ നാമം ജപിച്ച അജാമിളന് മോക്ഷ കൊടുത്ത്. അത്ര വലിയ ഭക്തനൊന്നും ആയിരുന്നില്ല. അപ്പോ അറിഞ്ഞ് ആരാധിക്കുന്ന നമുക്കൊക്കെ ഭഗവാൻ എന്താ തരിക? അങ്ങനെ തിങ്ക് പോസിറ്റീവ് എന്ന് വേദം നമ്മളെ പഠിപ്പിക്കുക. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ മാത്രം ചിന്തിക്കുക. അവതാരങ്ങൾ എടുക്കുന്നത് തിന്മയെ നശിപ്പിക്കാനാ. കൃഷ്ണൻ ജനിച്ചു, അപ്പൊ പേരിട്ടു. എന്താ പേരിട്ടെ? കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. വെളുത്ത കുട്ടിക്ക് രാമൻ, ബലരാമൻ. അപ്പൊ ഒരു കറുത്ത കുട്ടിയും വെളുത്ത കുട്ടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതറിയണ്ടേ? നമ്മൾ ഏത് ദേവതയെ ആരാധിക്കുമ്പോഴും അതറിയണം. അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപ്നോതി ഇതി വിഷ്ണു. അതുപോലെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷണം ഉള്ളവൻ. ഇപ്പൊ കൃഷ്ണന്റെ ഒരു വിഗ്രഹങ്ങൾ ഇങ്ങനെ വെക്കുക, സഹസ്രനാമം ചെല്ലുമ്പോൾ ഒരു മാലയൊക്കെ കെട്ടിച്ചാർത്തി, എന്തൊരു ചന്ത. ആ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ നമുക്ക് വേറെ ഇങ്ങോട്ട് നോക്കാൻ തോന്നില്ല, എപ്പോഴും ആനന്ദ. ഇനി നിങ്ങൾ വിഷ്ണു സഹസ്രനാമത്തെ എടുത്തു നോക്കിയാലേ ആദിശങ്കരാചാര്യർ, നിങ്ങൾ നാരായണീയം വായിക്കുന്നുണ്ട്, സഹസ്രനാമം ജപിക്കുന്നുണ്ട്, പക്ഷെ എന്നും അതിങ്ങനെ അധര വ്യായാമം പോലെ വായിക്കാതെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കണം. വ്യാഖ്യാനങ്ങളുള്ള, അർത്ഥങ്ങളുള്ള വ്യാഖ്യാനങ്ങളുള്ള ബുക്കുകൾ നമുക്ക് കിട്ടും. അതില് ആദിശങ്കരാചാര്യർ ഈ വിഷ്ണു സഹസ്രനാമത്തെ അങ്ങനെ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ അതിൽ കൃഷ്ണൻ എന്നൊരു വാക്കുണ്ട്. നമ്മൾ ജപിക്കുമ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ അതിന് എന്താ അർത്ഥം എഴുതി വെച്ചതെന്നറിയോ? പരമാനന്ദത്തിന്റെ ഇരിപ്പിടം. അത്രയും ഉന്നത ഭാവമാണ് കൃഷ്ണന്. അതുകൊണ്ടാണ് കൃഷ്ണൻ പൂർണ്ണാവതാരമാണ് എന്ന് പറയുന്നത്. 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ച കൃഷ്ണൻ സംഗീതജ്ഞനാലേ, ഫ്ലൂട്ട് ഒതുങ്ങി കൊണ്ട് നിൽക്കും. ഡാൻസ് കളിച്ചു ഗോപികമാരുടെ കൂടെ. ആ കൃഷ്ണന് പേരിട്ടു. അത് കഴിഞ്ഞു മലന്ന് കിടക്കുക. അപ്പൊ തന്നെ ആര് വന്നു? ആദ്യം തന്നെ ആരെ കൊല്ലണത്? സ്ത്രീവധ ചെയ്യുന്നത്. ശ്രീരാമചന്ദ്രൻ ആദ്യം താടകയെ വധിച്ചെങ്കിൽ ഇവിടെ കൃഷ്ണൻ ആദ്യം പൂതനയെ വധിക്കുന്നു. അമ്മിഞ്ഞ തരാം ഉണ്ണി എന്ന് പറഞ്ഞു വന്ന ആ പൂതന എന്താ കൊടുത്തത്? വിഷ കൊടുക്കുന്നു ഭഗവാന്. ആ വിഷം നൽകിയ പൂതനയ്ക്ക് പോലും ഭഗവാൻ മോക്ഷ കൊടുത്തത്. ലേഡീസ് ഫസ്റ്റ്, ആദ്യം കൊന്നു പൂതനേനെ. പിന്നെ ഓരോ അസുരന്മാരെ ഇങ്ങനെ പറഞ്ഞേക്കല്ലേ കംസൻ. എന്താ അന്ന് ദേവകിയെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ശരീരി കേട്ടു എന്നാ പറയുന്നത്. ഉണ്ടായോ ഇല്ലേന്നൊന്നും ഇപ്പൊ ഓർമ്മയില്ല. അപ്പോ എല്ലാ കുട്ടികളെയും വധിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഓരോരുത്തരെയായി ഇങ്ങനെ പറഞ്ഞേക്കുക. എന്നിട്ട് അവിടെ ചെന്നപ്പോഴോ ശകടാസുരൻ വന്നു വണ്ടിയുടെ രൂപത്തില്, തൃണാവർത്തൻ വന്നു കാറ്റിന്റെ രൂപത്തില്. അവസാനം ആർക്കും കൃഷ്ണനെ വധിക്കാൻ കഴിഞ്ഞില്ല. ഭഗവാനെ ഇല്ലാതേക്കാൻ നമുക്ക് കഴിയില്ല, നമ്മളാണ് ഇല്ലാതെ എന്നുള്ള തത്വം അവിടെ നിന്ന് മനസ്സിലാക്കുക. ഇനിയോ അവസാനം അമ്മാവൻ അവിടെ യാഗം നടത്തുമ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് ചെന്ന് അമ്മാവനെ അങ്ങോട്ട് വധിച്ചു. അതും കഴിഞ്ഞ് ഗോപികമാരുടെ കൂടെ കൃഷ്ണൻ ലീലയാടി നടക്കുന്നുണ്ട്. എല്ലാ ഗോപികമാർക്കും കൃഷ്ണനെ ഇഷ്ടായിരുന്നു. നമുക്കും എല്ലാവർക്കും കൃഷ്ണനെ ഇഷ്ടല്ലേ? രാസക്രീഡ വരുമ്പോ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം രാസക്രീഡ ആടുമ്പോ ആ ഗോപികാഗീതത്തിന്റെ ഭാഗത്തിൽ എന്താ പറയുന്നതെന്നറിയോ? കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹേ കൃഷ്ണ, അങ്ങയുടെ ആ കൈകൾ ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോപിക ഭർത്താവിന്റെ കൂടെ കിടന്നുറങ്ങുന്നിടത്ത് അത്ര ഓടി വന്നത് നിലാവ് കണ്ടപ്പോ, ഈ ഒരു വേണുഗാനം കേട്ടപ്പോ. വേറൊരു ഗോപിക കുട്ടിക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുക, അതിനെ മാറ്റിയിരുത്തിയിട്ട് അത്ര ഓടി വന്നത്. അപ്പൊ നമുക്ക് തോന്നും ഇത് ശരിയാണോ? നമ്മളെപ്പോഴും അങ്ങനെയാ ചിന്തിക്കുക. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പൊ വീട്ടിൽ നിന്ന് നിങ്ങളെല്ലാതും ഉപേക്ഷിച്ച് ഇവിടെ വന്നിരുന്നില്ലേ? എന്തുകൊണ്ടാ? ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറി വന്നത്. അതാ പതിസുതാന്വയ ഭ്രാതൃബാന്ധവ
അതിവിലംഘ്യതേതി അച്യുതാഗത. അങ്ങനെ ഒരവസ്ഥ വരണം. പതി, ഭർത്താവിനെ, സുതൻ, മക്കളെ, ഭ്രാതൃ ബാന്ധവ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്ക് ഇതൊന്നും ശാശ്വതമല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഉള്ളിൽ ഭഗവാനും പുറത്ത് മരണവും ഉണ്ട്. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവനാ. ആ മർത്യൻ, അതായത് മരണത്തിൽ നിന്നും രക്ഷ നേടാൻ, മൃത്യോർമ്മ അമൃതംഗമയ എന്ന ഭാവത്തിലേക്ക് ഉയരാൻ എനിക്ക് ക്ഷേത്ര സങ്കേതങ്ങൾ വേണം. ഞാൻ ക്ഷേത്രത്തിലേക്ക് വരും. ഇന്ന് എത്ര ഒരുമയോടെ, ഐക്യത്തോടെ, സ്നേഹത്തോടെയാണ് നിങ്ങൾ ആ ശോഭായാത്ര പോയത്. ഇപ്പൊ ഒരുമയോടുകൂടി ഒരു 10-50 ആളെങ്കിലും ഇവിടെ ഇരിക്കുന്നില്ലേ? വേറെ എവിടെയും ഇത് കാണാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഹിന്ദുവിന്. പണ്ടൊക്കെ കടകളിൽ കൂടുമായിരുന്നു ആണുങ്ങള്, കൊളക്കടവിൽ സ്ത്രീകൾ. ഇപ്പൊ ആ സംസ്കാരവും ഇല്ലാതെ ഈ മുറിക്കുളികളായി മാറി ഇല്ലേ? വീട്ടിലിരുന്ന്, വീട്ടിൽ നിന്ന് പുറത്തു പോയില്ല, ചായയും കാപ്പിയും കുടിക്കാനേ പാടില്ല എന്നാ ഡോക്ടർ പറയുക. അപ്പോ നമ്മൾ ഒരുമ, ഐക്യം, സേവനം എവിടെയാ കാണുക? ക്ഷേത്രാങ്കണത്തിലേ കാണൂ. അപ്പൊ പറയാ, ഇവരെ എല്ലാം മാറ്റി നിർത്തി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് ശരീരസുഖം വേണ്ട കൃഷ്ണ. ചുമർ ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ടോ? നഗ്നമായ ചുമർ ചിത്രങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരബോധം വെടിയണം എന്നാ. പക്ഷെ ഗോപികമാർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഭഗവാനെ വെണ്ണ വിൽക്കണത്രേ അവർക്ക്. കാരണം കംസൻ വലിയ വലിയ നികുതി ചുമത്തിയിട്ടുണ്ട്. വെണ്ണ ഇങ്ങനെ തോണ്ടി കഴിക്കുന്ന കൃഷ്ണനല്ലേ നമ്മുടെ മനസ്സിൽ. എന്തിനു വേണ്ടിയാ കണ്ണൻ വെണ്ണ മോഷ്ടിച്ചതെന്നറിയോ? വെറുതെ അല്ല, അതിന്റെ പിറകിലും ഭഗവാൻ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം എന്താ ജോലി? സ്ത്രീകൾക്കൊക്കെ പശുവിനെ നോക്കുക, മോരും തൈരും പാലും ഉണ്ടാക്കുക, ആണുങ്ങൾക്കൊക്കെ കൃഷി ചെയ്യുക. ഇതിന്ന് വലിയ വലിയ നികുതി കൊടുക്കണം. അപ്പൊ ഈ വെണ്ണ കൊണ്ടുപോയി വിൽക്കണം. എന്താ ചോദിക്കാന്നോ? വെണ്ണ വേണോ തൈര് വേണോ ചോദിക്കുന്നതിന് പകരം ഗോവിന്ദനെ വേണോ ദാമോദരനെ വേണോ, അത്ര പോലും അവർ ഈശ്വര സ്മരണയുള്ളവരായിരുന്നു. ഗോവിന്ദ ദാമോദര മാധവേദി. ആ വെണ്ണ വിറ്റ് കിട്ടുന്ന കാശാണ് ഇവര് നികുതിയായിട്ട് കംസൻ അടയ്ക്കുക. ആ വെണ്ണ അപ്പൊ എന്ത് ചെയ്യും? ഭഗവാൻ ഉറിയിലിരിക്കുന്ന വെണ്ണ അത്ര ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം ബലരാമനോട് യശോദാമ്മ കുളിക്കാൻ പോയപ്പോൾ പറഞ്ഞു അത്രേ, ഇന്ന് അമ്മ കുറച്ചും കൂടി ഉയർത്തി കെട്ടിയിരിക്കുന്നു ഉറി, വരൂ നമുക്ക് എടുക്കാം. ബലരാമൻ പറയാ, എനിക്ക് പറ്റില്ല കേട്ടോ കൃഷ്ണ, താനൊരു പണി ചെയ്യൂ ജ്യേഷ്ഠ, ഒന്നിങ്ങോട്ട് ആന കളിച്ചാൽ മതി, അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു അത്രേ. ഈ കാലും കയ്യും ഒക്കെ കുത്തി അവിടെ നിന്നു. ഭഗവാൻ എന്താ പരബ്രഹ്മല്ലേ, ഈ ബലരാമന്റെ മുകളിലാണ് കയറി നിന്നു. ഉറിയിലേക്ക് ഇങ്ങനെ എത്തിച്ച് പിടിക്കാൻ തുടങ്ങി. വെണ്ണ കിട്ടിയില്ല, കലത്തിനുള്ളിൽ കൊള്ളണ്ടേ കൈ, കുഞ്ഞി കൈയല്ലേ. അപ്പൊ അയ്യോ എനിക്ക് വെയ്യാട്ടോ പറഞ്ഞ് ഇദ്ദേഹം ഒന്നാഞ്ഞതും ഉറിയുടെ കയറിൽ പിടിച്ചു. ദേ കിടക്കണോട്ടപ്പേ താഴെ. അപ്പോഴമ്മ കയറി വന്നു, വടിയെടുത്തു. ഈ വെണ്ണ എന്തിനാ മോഷ്ടിക്കുന്നത്? വെണ്ണ കൊണ്ടുപോയി വിറ്റ് കരം അടയ്ക്കാതിരിക്കാനാ. വടിയെടുത്ത സമയത്ത് ചുണ്ട് പെളുത്തി നിന്നൊരു കരച്ചിലുണ്ട്. അത് സുഖമായിട്ട് ചെറുശ്ശേരി തിരുമേനി എഴുതി വെച്ചിരിക്കുന്നു കൃഷ്ണഗാഥയില്. ഓമള ചുണ്ടു പീളുക്കി നിന്നിടുമ്പോൾ ഓമനിച്ചിടുവാൻ തോന്നുമത്രേ. അപ്പൊ ഈ വടി ഇങ്ങോട്ട് കണ്ടപ്പോ ഏറ്റവും വലിയ അഭിനേതാവാ കൃഷ്ണൻ. അമ്മേന്നും പറഞ്ഞു ഒറ്റ കരച്ചിലാത്രേ. ആ വടി വലിച്ചെറിഞ്ഞു വന്ന് എടുത്ത് ഓമനിക്കാൻ തോന്നി യശോദാദേവിക്ക്. ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ, ഓരോ ലീലകൾ, അതിലേറ്റവും സുന്ദരം കൃഷ്ണലീലകൾ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ പതുങ്ങി വന്ന് നിൽക്കുക. അപ്പൊ വെണ്ണ കഴിച്ചു പോയിട്ടേ ഉള്ളൂ. അപ്പൊ യശോദാദേവി ചോദിച്ചു, എന്താ ഉണ്ണി ഇന്നിങ്ങനെ കള്ളത്തരം കാട്ടി നിൽക്കുന്നേ, കളിക്കാനൊന്നും പോണില്ലേ? അപ്പോ കുറച്ചു മുമ്പേ കോണകം പോലും ഇല്ലാതെ വന്ന് നിൽക്കാത്രേ. അപ്പോ ചോദിച്ചു, യശോദാദേവിക്കൊന്നും മനസ്സിലായില്ല അത്രേ ഇത് ഭഗവാനാന്നേ. അപ്പോ എന്താ ഉണ്ണി കോണകൊന്നുമില്ല, പരബ്രഹ്മത്തെ പോലെ നടക്കണേ? അപ്പൊ പറയാത്രേ, ഉണ്ണി പരബ്രഹ്മം തന്നെയാ എന്ന് പറഞ്ഞു. എന്നിട്ടും മനസ്സിലായില്ല അത്രേ. ഭഗവാൻ എന്ത് ഭാവ, നിർഗുണ ഭാവല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ എന്താ കളിക്കാൻ പോവാത്തെ ചോദിച്ചപ്പോ പറയാ, ഈ ഉണ്ണിവയറ് നോക്കൂ, വിശന്നിട്ട് വയ്യ, അപ്പൊ ഇപ്പോഴല്ലേ കഴിച്ചത്, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു, എന്തെല്ലാം കളികളാണ് അമ്മേ പറഞ്ഞു അത്രേ. അപ്പൊ എന്താ വെണ്ണ വേണോ? അപ്പൊ ആ വേണം, വേഗം ഒരു കയ്യിൽ ഇത്തിരി വെണ്ണ കൊടുത്തു അത്രേ. അപ്പൊ പറയാ, ഒറ്റ കൈ തന്നീലേ വെണ്ണ വച്ചിടുമ്പോൾ മറ്റേ കൈ നിന്നങ്ങു തെങ്ങുമല്ലോ. അമ്മേ കണ്ടോ, ഈ കയ്യിൽ വെണ്ണ വെച്ചപ്പോ ഈ കൈ കരയുന്നു കണ്ടോന്ന് കൃഷ്ണൻ ചോദിക്കുക. അപ്പൊ പറഞ്ഞു അത്രേ, അതെന്താ കയ്യിൽ വെണ്ണ വേണോ? അകത്ത് പോയി യശോദാദേവി ആ വെണ്ണ എടുത്തു വരുമ്പോഴേക്ക് ഇത് ശാപ്പിട്ടു. അപ്പൊ എവിടെ കുട്ടുണ്ണി മറ്റേ കയ്യിലെ വെണ്ണ? അപ്പൊ പറയാ, കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടു
കയ്യിലെ വെണ്ണയെ കൊത്തിക്കൊണ്ടോയി. ആരെ കഴിച്ച്? കള്ളം കാക്ക കൊണ്ടുപോയി. അവനെ തന്നെ കഴിച്ചതാണ്. യശോദയ്ക്ക് മനസ്സിലായി, ചിരിച്ചു. 2 കയ്യിലും നിറയെ വെണ്ണ വെച്ചു കൊടുത്തു. ആ ഉണ്ണിയുടെ ആ ഒരു ഭാവം നമുക്കും നമ്മുടെ കുട്ടി കളിക്കുന്നത് കണ്ട അതിലും വലിയൊരു സന്തോഷമുണ്ടോ? പരബ്രഹ്മരൂപിയായ കൃഷ്ണൻ ഇങ്ങനെ ഒരുപാട് ലീലകൾ നമുക്ക് വേണ്ടി ആടി അവസാനം എന്താ പറയുന്നതെന്നറിയോ? എള്ളിൽ നിറഞ്ഞുള്ളോരെണ്ണയെ പോലെ പോയുള്ളിൽ നിറഞ്ഞു ജഗത്തിലെല്ലാം. അവിടെയാണ് പൊരുള്. ഇതുവരെ കൃഷ്ണന്റെ ലീലകളാ. അത് കഴിഞ്ഞിട്ട് പറയാ, എള്ള് നമ്മൾ തിലം എന്ന് പറയും, തിലഹോമൊക്കെ നടത്താറില്ലേ? കറുത്ത ചെറിയ മണികളാ. ആ മണിയുടെ ഉള്ളില് എണ്ണ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് കാണുമ്പോ. ഈ എള്ളിന്റെ ഉള്ളില് എണ്ണ നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ജഗത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ചൈതന്യമായി ഭഗവാൻ വന്ന് നിറഞ്ഞിരിക്കുന്നു. അതാണ് വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. നിങ്ങള് സഹസ്രനാമം ചൊല്ലുമ്പോ ചൊല്ലുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളിലും എള്ളിൽ എണ്ണ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭഗവാൻ ചൈതന്യമായി ആവേശിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നേ? ഭഗവാൻ ഉള്ളിലുണ്ടല്ലോ. ഈ ശരീരം നമ്മൾ ജനിച്ച് വീണപ്പോ 2 കിലോ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ? അച്ഛനും അമ്മയും കഴിച്ച ആഹാരത്തിൽ നിന്ന് കിട്ടി. ഈ ശരീരം മരിക്കുമ്പോഴേക്ക് ഒരു 60 കിലോ ആയി മാറുന്നുണ്ട്. എവിടുന്നാ ഇത് ഉണ്ടായത്? നമുക്കൊക്കെ മരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വിചാരം എന്താണോ? ഈ ശരീരം നമ്മുടെ എൻ്റെ എന്നല്ലേ വിചാരം. എൻ്റെ ശരീരത്തിൽ എന്നാ പറയാലേ, എന്തെല്ലാം എക്സസൈസാ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇവിടെ എന്നും ഈ ശരീരം സുന്ദരമായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇത് ഇങ്ങോട്ട് വന്നപ്പോ കൊണ്ടുവന്നതല്ല. അപ്പൊ എന്താ കൊണ്ടുവന്നത്? നമ്മളുടെ ജീവൻ, ആത്മാവ്, ഈ ജീവാത്മാവ് ഈശ്വരാംശ, നമ്മളൊക്കെ അംശാവതാരങ്ങളാന്നാ പറയുന്നത്. അപ്പൊ ഭഗവാൻ ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് ഈ ജീവൻ മാത്രമേ തന്നുള്ളൂ. തിരിച്ചു പോകേണ്ടതും ഈ ജീവാത്മാവിനാണ്. അതാണ് ആത്മാവിനെ ഉദ്ധരിക്കണം എന്ന് പറയുന്നത്. ശരീരം പ്രകൃതിയിൽ നിന്ന് എടുത്ത് കഴിച്ചു ഇത്ര പോന്നെങ്കിൽ അത് പ്രകൃതിക്ക് തന്നെ തിരിച്ചു കൊടുക്കും. എങ്ങനെയാ? പഞ്ചഭൂതങ്ങളാണ് ശരീരം. നമ്മൾ കഴിക്കുന്നത് ജലം, മണ്ണാണ് നമ്മൾ കഴിക്കുന്നത്. അതാണെന്ത്? കുമ്പളങ്ങ, അരി ഒക്കെ മണ്ണെന്നാ ഉണ്ടാവുന്നത്. പിന്നെ വയറ് കത്തിയിട്ട് വയ്യാ പറയും. അതായത് അഗ്നിയുണ്ട്, നമ്മുടെ ജഠരാഗ്നിയുണ്ട് വയറ്റില്. പിന്നെ ഉള്ളത് വായു നമ്മൾ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന സ്പേസ് ആണ് ആകാശം. ഈ പഞ്ചഭൂതങ്ങളായി വിഘടിക്കേണ്ട ഈ ശരീരം ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. 10 കൊല്ലം മുമ്പ് ഈ ശരീരം എങ്ങനെയാണോ? അല്ല. അടുത്ത 10 വർഷം കഴിഞ്ഞ് എങ്ങനെയാവോ? ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പോലും വെച്ചു വരില്ല, ഉണ്ടായിന്നും ഉണ്ടാവില്ല. അപ്പോ ഈ ശരീരം ത്യജിക്കണം എന്ന ആ പൊരുൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ മരണത്തെ കുറിച്ച് ഓർത്ത് ദുഃഖം ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നോ? മാ ശുച, നിങ്ങൾ ദുഃഖിക്കണ്ട, ഇങ്ങോട്ട് പോന്നോളൂ. എന്താ ഗീതയിൽ പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഹേ അർജുന, നീ ദുഃഖിക്കണ്ട. ആരാർജുനന്മാർ? നമ്മൾ തന്നെയാ. സർവധർമാൻ പരിത്യജ്യ. കുറെ കാലായില്ലേ ഇതൊക്കെ മതീന്നാ പറയുന്നത്. ആശ്രമങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നു. ആദ്യം ബ്രഹ്മചര്യം, കുട്ടിയാവുമ്പോ നിങ്ങൾ പഠിക്കാൻ പോയില്ലേ? അത് കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമം, കല്യാണം കഴിച്ചു സുഖിച്ച് ബംഗ്ലാവൊക്കെ കെട്ടി ജീവിച്ചില്ലേ? അത് കഴിഞ്ഞ വാനപ്രസ്ഥം, 56 വയസ്സിൽ റിട്ടയർമെന്റ് എന്നും പറഞ്ഞ് പുറത്തേക്കാക്കിയില്ലേ? നിങ്ങൾ ടയേർഡായിട്ടുണ്ടോ? ഇല്ല. അപ്പോഴെങ്കിലും തുടങ്ങണം എന്നാ ഗ്രന്ഥവും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം. ഇതെല്ലാം കഴിഞ്ഞ അവസാനാണ് സന്യാസം. സന്യാസം, ന്യസിക്കുക പറഞ്ഞാൽ ത്യജിക്കുക എന്ന അർത്ഥം. എല്ലാം ത്യജിച്ച് ഈ ശരീരത്തിലിരുന്ന് പരീക്ഷിത്ത് പറഞ്ഞതുപോലെ ഇതൊക്കെ മതി, ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നിങ്ങൾ രാവിലെ ഇങ്ങോട്ട് ഓടി വരുന്നില്ലേ? ഇവിടെ ഇങ്ങനെ ഇരുന്ന് ജപിക്കുമ്പോൾ, ഒന്നിച്ചിരുന്ന് ആ നാരായണീയം അങ്ങനെ ചൊല്ലുമ്പോൾ, ഭാഗവതത്തിലെ 18,000 ശ്ലോകങ്ങളെ ആറ്റിക്കുറുക്കി കറന്നു വെച്ച് 1036 ശ്ലോകങ്ങളാക്കിയതാണ് നാരായണീയം. ലോകം മുഴുവൻ ഇപ്പോ നാരായണീയത്തിന്റെ പുറകെ. എന്താ കാരണം എന്നറിയോ? നാരായണീയം രചിച്ച് ഭട്ടേരിപ്പാടിന്റെ വാദം മാറി. ഇപ്പൊ നമുക്ക് പല അസുഖങ്ങളല്ലേ, ഫാറ്റംബോസ കഴിക്കുന്നത്. അപ്പൊ ലോക ജനത തീരുമാനിക്കുക ഇതിനുള്ള ഒരു മരുന്നാണ് ഈ നാരായണീയം. എന്നും രാവിലെ 1 ദശകം വായിച്ച് അങ്ങോട്ട് സമർപ്പിക്കുക. എന്ത് സുന്ദരമായി രചിച്ചു വെച്ചിരിക്കുക. ഓരോ ശ്ലോകത്തിലും ആറ്റിക്കുറുക്കുക എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലെ ഒരു അധ്യായം, ഇപ്പോൾ ഏത് സ്കന്ധം എടുത്താലും അതിലൊരു അധ്യായം ഒരു ശ്ലോകത്തിലാണ് അതിലെഴുതി വെക്കുന്നത്.
പറയുന്നത്. ആ 18,000 ശ്ലോകങ്ങളെ ചേർത്ത് ഇങ്ങനെ 1036 ശ്ലോകങ്ങളിലാക്കണ്ടേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കഷായം കിട്ടി. ആ കഷായം കിട്ടിക്കഴിഞ്ഞാലോ എന്താ പറയുന്നേ? ഹന്തഭാഗ്യം ജനാനാം. ഹേ കൃഷ്ണ, ഇവിടെ ജനിച്ചത് തന്നെ ഭാഗ്യം. നിങ്ങൾ നോട്ടീസിൽ എന്താ എഴുതിയത്? പ്രാവശ്യം പൊതുവെ എല്ലാവരും അത് ബാല ഗോകുലംകാരുടെ തീരുമാനം തോന്നുന്നു. പുണ്യം ഈ മണ്ണ്, പവിത്രം ഈ ജന്മം. എത്ര സുന്ദരമാണ് ആ വാക്ക് നോക്കൂ. ഈ കലികാലത്തിൽ ഭാരതമായ ഗണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എഴുതല്ല നിർണയെന്ന ഈ ഭാരതഭൂമിയിൽ ഈ പവിത്രമായ മണ്ണിൽ നമ്മൾ ജനിച്ചോ മോക്ഷം ഉറപ്പാ. പിന്നെ എന്തേ വേണ്ടു? പുണ്യമായ ഈ ജന്മം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഞാൻ പറഞ്ഞു വാനപ്രസ്ഥം കഴിഞ്ഞ സന്യാസം. ഈ വാനപ്രസ്ഥം എത്തുമ്പോഴേക്കും കുറച്ചൊക്കെ ഇതിനോടടുക്കണം. നമുക്ക് എന്താണോ ചെറുപ്പത്തില് ഇങ്ങനെയുള്ളൊരു സംസ്കാരം കിട്ടുന്നില്ല, ഇനി ഇപ്പോഴേ കിട്ടിയുള്ളൂ, സങ്കടപ്പെടുന്നും വേണ്ട. ഇത്രയും കാലം കിട്ടാതെ ഇപ്പൊ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗ്രന്ഥങ്ങളിലൂടെ അങ്ങോട്ട് പോവുക. എന്താ പറയുന്നത്? ഇവിടെ ജനിച്ചത് തന്നെ പുണ്യം കൃഷ്ണ. 6ാമത്തെ ദശകം എത്തുമ്പോ ആ വിശ്വരൂപ ദർശനം കണ്ടപ്പോ എന്താ അർജുനൻ പറഞ്ഞത്? പ്രസീദ ദേവേശ ജഗന്നിവാസ. അതുവരെ എന്താ വിളിച്ചതെന്നറിയോ? ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി. എടോ യാദവാന്ന് വിളിച്ചു ഇത്രേ. അതുവരെ എടോ സഖാവേ, സുഹൃത്തിനെ പോലെ കണ്ടു. അവസാനം മനസ്സിലാകുന്നത് ഇത് ജഗന്നിവാസനാണ്, ഈ ജഗത്ത് മുഴുവൻ ഉൾക്കൊള്ളുന്ന പരബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കിയപ്പോ പറയാ, ഹേ പ്രസാദിക്കണമേ കൃഷ്ണ. ഇവിടെ 6ാമത്തെ ദശകം എത്തുമ്പോ ആ വിശ്വരൂപ ദർശനം അങ്ങനെ വർണ്ണിക്ക. ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ പാതാളമീശ തവ പാദതലം വദന്തി എന്നും പറഞ്ഞിട്ട് അവസാനം എന്താ പറഞ്ഞ്? ഈ ദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജ കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാദിപ നമോസ്തു നിരുന്തിരോഗാൻ. ഇപ്പൊ നാരായണീയക്കാര് സുഖിക്കുണ്ടാവൂലേ? നാരായണീയം ജപിക്കാറുണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. അതായത് പറയാ, ഈ ജഗന്മയ വപു സ്തവ കർമ്മഭാജാം. കൃഷ്ണ, ഈ വപു, ഈ ശരീരം അവസാനിക്കുന്ന സമയത്ത്, അതാണ് കർമാവസാന സമയം. അതിനു മുമ്പ് ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലുന്ന കർമ്മങ്ങൾ, ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി സമർപ്പിക്കുക. അവസാനം ഈ ശരീരം വെടിയുന്ന സമയത്ത് ഭഗവത് സ്മരണയോടുകൂടി മരിക്കാൻ തയ്യാറാവുക. അതിനുള്ള അനുഗ്രഹം തരേണമേ കൃഷ്ണ. ആദ്യത്തെ 2 ദശകങ്ങളിലും അസുഖം മാറ്റിത്തരാൻ പറയുന്നില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. 3ാമത്തെ ദശകം ഇങ്ങോട്ട് തുടങ്ങണോടുകൂടി അവസാനിക്കുമ്പോ എല്ലായിടത്തും നിരുന്തിരോഗാൻ, അസുഖം മാറ്റിത്തരണേ വാതാലയാദിപാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറെ അങ്ങോട്ട് എത്തുമ്പോ ആ ഗോപികാഗീതം തവ വിലോകനാൽ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. അവസാനം 99ാമത്തെ ദശകത്തിൽ പൂർണ്ണമായും വേദവാക്യങ്ങളാ എഴുതി വെച്ച് അതും കഴിഞ്ഞ് അടച്ചു ഇത്രേ. പ്രിയ, ഇനിയിപ്പോ ഇതൊന്നും മാറില്ല, എൻ്റെ കർമ്മബലാവെന്ന് വിചാരിച്ച് അടച്ച സമയത്താണത്തെ ആ ശ്രീലകത്തിന്റെ ഉള്ളിൽ ഒരു നീല വെളിച്ചമായിട്ട് കൃഷ്ണൻ, എങ്ങനെയാണോ ഭട്ടേരിപ്പാട് കൃഷ്ണനെ മനസ്സിൽ കണ്ടുകൊണ്ട് നടന്നിരുന്നത് വേണുഗോപാല രൂപത്തില, ആ നീല വെളിച്ചം ഒരു വേണുഗോപാല രൂപമായി മാറി ഭട്ടേരിപ്പാടിനോട് സംസാരിച്ചു ഇത്രേ. ചോദിക്ക, ഹേ ഭട്ടേരിപ്പാടെ, ഇപ്പൊ എന്നെ കണ്ടില്ലേ? എന്നെ കുറിച്ച് ഒന്നും എഴുതുന്നില്ലേ? അപ്പോഴാണത്രേ വീണ്ടും എഴുത്താണി ഇങ്ങോട്ട് എടുത്ത്, അന്നൊക്കെ ഓലയാണല്ലോ, അവിടെ സ്ഥലം വരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉള്ളിലോട്ട് പോകുമ്പോ ശ്രദ്ധിക്കണം. അപ്പൊ എഴുതിയത്രേ, അഗ്രേ പശ്യാമി, ഭഗവാനെ അഗ്രേ പശ്യാമി, ഞാൻ കണ്ടു, ആ തിരുവുടൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞങ്ങോട്ട് വർണ്ണിക്ക. എന്നിട്ടാ പറയണത്, ഇത്തം ചിത്തസ്ഥിതം നീ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ. ഇതുപോലെ നമുക്ക് ഹരേ കൃഷ്ണ എന്ന് വിളിക്കുമ്പോ ചിത്തസ്ഥിതമാണ് ഭഗവാൻ എന്ന് പറയുമ്പോ ഇതിനുള്ളിൽ തന്നെ, അതാണ് പറഞ്ഞത് വിഷ്ണു സർവഗുഹാശയ, ഈ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇനി അവസാനം പറയാണ്, ഞാൻ എന്തൊക്കെയോ രചിച്ചു, എന്തൊക്കെയോ എഴുതി, അങ്ങയുടെ അവതാരങ്ങളെ കുറിച്ച് വർണ്ണിക്കണമെന്ന് വേദങ്ങൾ പറയുന്നു എന്ന് പറയാ. അജ്ഞാത്വാതേ മഹത്വം യതിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയിട്ട് പറയാ, കൃഷ്ണ
എനിക്കറിയില്ല എന്തൊക്കെയാ അങ്ങയെ വർണ്ണിക്കണ്ടേന്ന്. യതിഹ നിഗദിതം, അതായത് വേദങ്ങൾ പറയുന്നുണ്ട് അങ്ങയുടെ അവതാരങ്ങളെ വർണ്ണിക്കാൻ. എന്താ എഴുത്തച്ഛൻ പറഞ്ഞേ? മത്സ്യം തൊട്ട് കൂട്ടിക്കോളൂ. മത്സ്യാവതാരം മുതൽ ഇങ്ങോട്ട് വർണ്ണിച്ചു. സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാമായുരാരോഗ്യ സൗഖ്യം. ഹേ കൃഷ്ണ, ഇത്രയൊക്കെ മതി, ഞാനിതൊക്കെ രചിച്ചു. എനിക്കിനി വാദം മാറിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതേ എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ. നമ്മുടെ പ്രാർത്ഥന അതാ. നമുക്ക് ഇത് മൂന്നും വേണം. എത്ര ബുദ്ധിമാനാ ഭട്ടേരിപ്പാട്, ആലോചിച്ച് നോക്കൂ. നമുക്ക് ആയുസ് ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ കഴിയോ? 10 വയസ്സുകൊണ്ട് കൂടി മരിച്ചുപോയി. കൃഷ്ണകഥ കേൾക്കാൻ കഴിയോ? ശരീരമദ്യം ഖലു ധർമ്മ സാധനം. ഈ ശരീരം ഒരു വാഹന. ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ഈ ശരീരത്തിൽ ഇങ്ങനെ ഓടുമ്പോ, ഇതൊരു വാഹനമാണെങ്കിൽ ഈ ശരീരത്തിനൊരു ലക്ഷ്യമുണ്ട്. എന്താ? ആത്മസാക്ഷാത്കാരം നേടണം. ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ഈ വാഹനം ഏതിലൂടെ ഓടിക്കണം? ആത്മീയതയാകുന്ന റോട്ടിലൂടെ ഓടിക്കണം. ഈ വാഹനം ഓടിക്കുന്നില്ലെങ്കിലോ, അപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിലിരുന്ന അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലേ? അതുവരെ ഇങ്ങനെ അവരൊരു ഇതിലും നടന്നുകൊണ്ടിരിക്കും. അസുഖം വരുന്നത് വെറുതെ ഇരിക്കുന്ന മനസ്സിനും ശരീരത്തിനും. അപ്പൊ എന്ത് ചെയ്യരുത്? വണ്ടി വെറുതെ ഇട്ടാ തുരുമ്പ് പിടിക്കും പോലെ ശരീരം വെറുതെ വെക്കരുത്. എപ്പോഴും ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുക. ഗ്രന്ഥപാരായണം ചെയ്ത് ഒരു വരി വായിച്ചാൽ മതി. അത് ചിന്തിക്കണം. എന്താ ഇപ്പൊ ഇതിൽ ഭഗവാൻ പറയുന്നത്? ഓരോ ശ്ലോകങ്ങൾക്കും പല പല അർത്ഥങ്ങൾ പല സമയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നാരായണീയ ശ്ലോകം തന്നെ പല അർത്ഥങ്ങളിൽ പറയാം. ദേ ആയുസ് വേണേ കൃഷ്ണ, ആരോഗ്യം വേണേ. ആരോഗ്യം ഇല്ല, ഇവിടെ ഇങ്ങനെ കൂനി കൂടി ഇരിക്കുകയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ആയുസ്സും ആരോഗ്യം ഉണ്ട്, ഇവിടെ വന്നിരുന്നു, ഒന്നും കയറുന്നില്ല, മനസ്സിനൊരു സുഖവും ഇല്ല, വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ ആ ഭട്ടേരിപ്പാടിന് അസുഖമൊക്കെ മാറി. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം അസുഖം വന്നു. അതറിയാലോ, നമ്മുടെ പെരിന്തമണ്ണുള്ള പൂന്താനം തിരുമേനി കാവ്യത്തിന്റെ പിഴ തീർക്കുമോ എന്ന് ചോദിച്ചപ്പോ മലയാളമാണെങ്കിൽ ഞാൻ തീർക്കില്ല, സംസ്കൃതത്തിൽ അഗ്രഗണ്യനായിരുന്നു. അതാ നാരായണീയത്തിൽ ഓരോ ശ്ലോകം കണ്ടാൽ മനസ്സിലാവും. ഭാഗവതത്തിനേക്കാൾ കട്ടിയാണ് നാരായണീയത്തിലെ ശ്ലോകങ്ങള്. അപ്പം അന്ന് രാത്രി വീണ്ടും അസുഖം തുടങ്ങി. ഇത്ര ഇങ്ങനെ രചിച്ചുകൊണ്ടിരിക്കുക, ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുക ഭഗവത് നാമങ്ങൾ. പാലക്കാടുണ്ട് ഒരു മുത്തശ്ശി, ഒരു പറയാ 80 വയസ്സായിരിക്കണം. ഞാൻ 4 മണിക്ക് നീട്ടിട്ട് 108 തവണ ഓം നമോ നാരായണായ എഴുതും. 80 വയസ്സാ. ഒറ്റയ്ക്കാ, മക്കളൊന്നുമില്ല. കുറേ കാലം അനുജന്മാർക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിച്ചു. സമ്പാദ്യം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആരെയും ആശ്രയിക്കേണ്ട, സെർവൻ്റൊക്കെ ഉണ്ട്. അപ്പം എന്താ ഈ പ്രായത്തിലും ഇപ്പോൾ വെയ്യാച്ച് കൂനിക്കൂടി അവിടെ കിടന്നുറങ്ങിക്കൂടെ? അതുപോലെ എഴുതായിരുന്നു മേൽപ്പത്തൂര് ഇരുന്നിട്ട്. ഇവിടെ ഈ ചന്ദനക്കാവിലെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വാദത്തിൻ്റെ അസ്കിയത തുടങ്ങിയിത്രേ. അപ്പോൾ ചിന്തിച്ചു, എന്താ അപ്പം കൃഷ്ണ, അതൊക്കെ പോയിരുന്നതാണല്ലോ. അപ്പോഴാണത്രേ സ്വപ്നത്തിൽ വന്നത്, ഭട്ടേരിപ്പാടേ, അങ്ങയുടെ ഈ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാ. ആ കാവ്യത്തിന്റെ പിഴയെന്ന് തീർത്തു കൊടുത്തോളൂ കേട്ടോ എന്ന് ഒരു സ്വപ്ന ദർശനം. പിറ്റേ ദിവസം രാവിലെ ഓടിയത്രേ. എന്തായാലും വേണ്ടിയില്ല, പൂന്താനത്തിന്റെ കാവ്യത്തിന്റെ പിഴ തീർക്കാം. പൂന്താനം അത്ര സംസ്കൃതമൊന്നും അറിയില്ലായിരുന്നു. ഈ മലപ്പുറം ജില്ലയില് ഇവിടെ പെരിന്തമണ്ണ അടുത്തുള്ള കിഴാറ്റൂർ ഇല്ലത്ത പൂന്താനം ഇല്ലത്ത് നമ്മുടെ അടുത്ത് തന്നെ 400 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാക്കൾ വന്ന് ഇങ്ങനെ വേദതത്വം ലളിതമായി ജ്ഞാനപ്പാനയിലൂടെയും ഹരിനാമകീർത്തനത്തിലൂടെയും എഴുതി വെച്ചു എങ്കിൽ ഈ 400 വർഷം മുമ്പിലുള്ളവരെ പോലെ നമുക്കും ഈശ്വര സാക്ഷാത്കാരം നേടിക്കൂടെ? അതിനാണ് ജന്മം കിട്ടിയത്. ഏതൊരു പ്രഭാഷണം കേട്ടാലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവണം എന്നറിയോ? ആദ്യമായിട്ട് പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ഈശ്വരനുമായി അടുത്തു, സുഹൃതം കൂടി വരുന്നുണ്ട്. ഒരുപാട് തവണ കേട്ടെങ്കിൽ ചിന്തിക്കുക, ഇത്ര കാലം ഞാൻ പ്രഭാഷണം കേട്ടിട്ട് എനിക്ക് എന്ത് മാറ്റം വന്നു? നമ്മൾ എന്താ ചെയ്യാന്നോ? മറ്റുള്ളവരെ മാറ്റാൻ നടക്കും. അതല്ല, ഗ്രന്ഥങ്ങൾ എന്താ പറയുന്നത്? സന്യാസിമാരെന്താ കാണിച്ചു തരുന്നത്? ആദ്യം നമ്മൾ അങ്ങോട്ട് മാറുക. അപ്പൊ എന്നും അമ്പലത്തിക്ക് പോകാത്ത ഒരാൾ അമ്പലത്തിക്ക് വരുന്നത് കാണുമ്പോൾ അയൽവാസിക്ക് ആദ്യം കുനിട്ടാത്രേ തോന്നുക. പാലാഴി മദനി നമ്മുടെ മനസ്സ് തന്നെയാ. ആദ്യം കാളകൂട വിഷ പൊന്തി വരിക, ഓളെ അമ്പലത്തിൽ പോക്ക് പറയും. ഇപ്പൊ ഒരു മാസം നിങ്ങൾ പോയി ഇവിടെ ജപിക്കണമൊക്കെ മൈക്കേ കൂടെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരും നിങ്ങളുടെ കൂടെ വന്ന് ചേരും. സത്തുക്കളാണെങ്കിൽ, അതിന് ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് എന്ത് മാറ്റം വന്നു? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും ഉള്ള ഉപാസനയിൽ നിന്നും എന്തധികം ചേർത്തു? അതൊന്ന് സ്വയം ചിന്തിക്കുക. അതായത് ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മപരിശോധന നടത്തുക. നിന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്കും കെട്ടിയവനും വീട്ടുകാർക്കും ഭാര്യയ്ക്കും അല്ലാതെ എന്ത് ചെയ്തു? ആ ഒരു ചിന്തയിലാണ് ആത്മീയമായ ഉന്നതിക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോഴാണ് മനസ്സിലാവുക. ഞാൻ രാവിലെ എന്താ ഉപാസന എന്ന് പറഞ്ഞാൽ
നമുക്കൊരു ഉപാസനാമൂർത്തി, അത് കൃഷ്ണനാവാം ദേവിയാവാം ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു ദേവനെ ആരാധിക്കാം. ആ ഉപാസനമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കണം രാവിലെ. അത് കഴിഞ്ഞ് ആ കയ്യിൽ നോക്കി ആ ദേവതയെ നമ്മൾ കാണണം. നിലം തൊട്ട് ഭൂമി വന്ദനം ചെയ്ത് നമ്മൾ എഴുന്നേൽക്കണം. ഗംഗയെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിന് നമ്മുടെ മാലിന്യങ്ങളെ കൊടുക്കണം. മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് കുളിക്കുക. ആഹാരശുദ്ധി വാക്ശുദ്ധി പാലിച്ചുകൊണ്ട് കർമ്മശുദ്ധി പാലിച്ച് കൃഷ്ണനെ വന്ന് തൊഴുക. ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുക. ക്ഷേത്ര ദർശനം, പഞ്ചമഹായജ്ഞങ്ങൾ നമ്മൾ പാലിക്കുക. എന്താ? രാവിലെ നേട്ട് കുളിച്ച് വിളക്ക് വെക്കുന്നതാണ് ബ്രഹ്മയജ്ഞം, ഗ്രന്ഥം വായിക്കുന്നത്. അമ്പലത്തിൽ വരുന്നത് ദേവയജ്ഞം. അതും കഴിഞ്ഞാ വീട്ടിൽ ചെന്നാല് പക്ഷിമൃഗാദികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മുടെ ഡ്യൂട്ടിയാണ് അത് എന്നാ പറയാ. നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നവർക്കല്ല, നമ്മളെ ആശ്രയിച്ച്, നമ്മളെ കുറിച്ച് പറയുന്നില്ലേ, ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, പറവകൾ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, ഭക്ഷിക്കുന്നു. ആരാണ്ടാക്കുന്നത്? കൊയ്യുന്നതും വിതയ്ക്കുന്നതൊക്കെ ലൗകികനാ. സന്യാസി സഭ പോലും നിലനിൽക്കുന്നത് ലൗകികൻ കൊയ്ത് മെതിക്കുന്നത് കൊണ്ടാ. കോലം വരയാറില്ലേ സന്ധ്യയ്ക്ക് വെളിച്ചാകുമ്പോഴോ? അത് എന്തിനു വേണ്ടിയിട്ടാ? ഓണൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ അണിയില്ലേ മാവുകൊണ്ട്? ഭൂതയജ്ഞാണത്. ഇനി നൃയജ്ഞം എന്ന് പറഞ്ഞാൽ മാനവ സേവ, മാധവ സേവ, മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന് നമ്മുടെ ഗ്രന്ഥത്തിൽ ആദ്യം പറഞ്ഞത്. അത് മറ്റുള്ളവരെടുത്തതാ. ഇനി അവസാനം ചെയ്യേണ്ടതാണ് പിതൃയജ്ഞം. ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. എല്ലാവരും ഇപ്പോൾ കർക്കടകവാവിന് ബലിയൊക്കെ ഇട്ടില്ലേ? ഇങ്ങനെ മനുഷ്യനായി ഈ ശരീരമെടുത്ത് ഇവിടെ വന്നാൽ നമ്മൾ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശീലിക്കേണ്ടതുണ്ട്. അതെല്ലാം ധർമ്മത്തിന്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത്. ഇനിയും അടുത്ത മാസങ്ങൾ വരും. അടുത്ത മാസം നിങ്ങളൊരു ഭാഗവതം അങ്ങോട്ട് വെക്കൂ. സപ്താഹം അങ്ങോട്ട് കൂടിക്കഴിയുമ്പോഴാണ് ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ എന്ന് മനസ്സിലാവുക. ആ ഓരോ ദിവസത്തെ പ്രഭാഷണങ്ങൾ അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ഉയരും. അവസാനം ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടിയതുപോലെ നിങ്ങൾക്കും മോക്ഷം കിട്ടും. ഇന്നിപ്പോൾ രണ്ടാമത്തെ പരിപാടി. ഒന്നുമില്ല അവിടെ. എന്തെങ്കിലും സംശയമുണ്ടോ? സമയം കഴിഞ്ഞു. സംശയമൊന്നുമില്ല ടീച്ചറെ, എങ്ങനെ കേട്ടോണ്ടിരിക്കുക അല്ലെ? ഇപ്പൊ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ലല്ലോ. വീട്ടിലൊരു മണിക്കൂർ പോകാൻ നമ്മൾ എന്തെല്ലാം എന്റർടൈൻമെന്റ് ചെയ്യും. അതൊന്നും ശാശ്വതമല്ല. ഈ ശരീരം തന്നെ നമ്മുടേതല്ല. ഈ ശരീരം നമ്മളിവിടെ ഉപേക്ഷിക്കണം. എങ്ങനെ? അതിനു മുമ്പ് ഈ വാഹനം ആത്മസാക്ഷാത്കാരം നേടണം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആത്മാനുഭൂതി അനുഭവിക്കാം എന്നാണ് മുനീശ്വരന്മാർ തെളിയിച്ചത്. അപ്പൊ നമുക്കും അത് ചെയ്തൂടെ? നമുക്ക് തോന്നുന്നു എനിക്ക് പറ്റില്ല. പറ്റും. ഒരൊറ്റ നിമിഷം ഗഡ്വാങ്കൻ ഒറ്റ നിമിഷമാണ് കൃഷ്ണ എന്ന് വിളിച്ച് മോക്ഷ കൊടുത്ത് അജാമിളൻ നാരായണ എന്ന് മരിക്കുമ്പോഴാ വിളിച്ചത്. ആ മരണസമയത്ത് അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം എന്ന ഭാവത്തിലെത്തണം. അതായത് പെട്ടെന്ന് തന്നെ മരിക്കാൻ ഒരു ഭാഗ്യം. ആ ICUലൊക്കെ അങ്ങനെ കടന്ന് ഗജേന്ദ്രനെ മുതല പിടിച്ചതുപോലെ അവിടെ ഒന്ന് തൂങ്ങി ഇവിടെ ഒന്ന് തൂങ്ങി, അതൊക്കെ തന്നെയാണ് മുതലേ. അതിനൊന്നും പോവാനുള്ള ഒരു യോഗം വരുത്തല്ലേ കൃഷ്ണ. പിന്നെന്താ? വിനാ ദൈന്യേന ജീവന, എന്നും രാവിലെ കുളിച്ച് ഇവിടെ വന്ന അങ്ങേയൊന്ന് നമസ്കരിക്കാനുള്ള ആരോഗ്യം തരണമേ കൃഷ്ണ. പിന്നെയോ ദേഹാന്തേ തവ സാന്നിധ്യം, ഈ ശരീരം അവസാനിക്കുന്ന സമയത്ത് കൃഷ്ണ അങ്ങ് എൻ്റെ സാന്നിധ്യമായി ഉണ്ടാവണേ. ദേഹിമേ പരമേശ്വരം, ഈ ദേഹി ആത്മാവ് ദേഹം വിട്ടു പോകുമ്പോൾ ഹേ പരമേശ്വരനായ കൃഷ്ണ അങ്ങ് എന്നെ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. അങ്ങിലേക്ക് ലയിക്കാൻ ആ സുദർശന ചക്രം ഇങ്ങോട്ട് എടുത്തൂത്രേ. സുദർശന കണ്ടാൽ തന്നെ മോക്ഷ. ശിശുപാലന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് 100ാമത്തെ ചീത്ത പറഞ്ഞപ്പോ സുദർശന അയച്ചിട്ടേ ശിശുപാലനെ വധിക്കുക. അപ്പൊ നാരദ മഹർഷി പറഞ്ഞൂത്രേ, ധർമ്മപുത്രരോട് എന്നെ ഒന്ന് തൊട്ടോളൂ, ഒരു കാഴ്ച കാണാന്ന്. അപ്പൊ തൊട്ടപ്പോ ഈ ശിശുപാലന്റെ ശരീരം തല അറത്ത് വീണിട്ട് ആത്മാവ് കൃഷ്ണന്റെ പാദങ്ങളിൽ വന്നങ്ങോട്ട് ലയിച്ചൂത്രേ. അപ്പോഴാ ധർമ്മപുത്രർ പറഞ്ഞത്, അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന. ആ ഒരു കാരുണ്യം നമ്മൾക്കും കിട്ടാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ആത്മീയ സംസ്കാരം, ഉറച്ച ഭക്തി അറിവാണ് ഈശ്വരൻ, അറിവാണ് ഭക്തി. എല്ലാവർക്കും ഉയരാനാ താല്പര്യം. എങ്ങനെയാ ഉയരണ്ടേ? അറിവിൽ ഉയർന്നു നിൽക്കുക. ഏറ്റവും നല്ല സുഹൃത്ത് അറിവാണ്. ആ അറിവ് നേടി ഈശ്വര കഥകൾ മനസ്സിലാക്കി, ഈശ്വരന്റെ പൊരുൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരം നേടുക. അതിനുള്ള ഒരു യാത്രയാണ് ഇത്. നമുക്കത് മനസ്സിലാവില്ല. എന്തിനാ അമ്പലത്തേക്ക് പോകണേ? കിടന്നുറങ്ങും അവിടെ. ഒരു തവണ ഇവിടെ വന്നാൽ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുക. ഈ സമയത്ത് തൊഴാൻ വന്നവർക്ക് ചെവിയില് ഒരു ശ്ലോകമെങ്കിലും ഭാഗവതത്തിലെ കേട്ടില്ലേ? ഭഗവാന്റെ അവതാരം കേട്ടതിന് തുല്യായി എന്നാ പറയാ. ഇനി അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നാ കൃഷ്ണനെ അങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുക. ചെവി സുഖിച്ചു,
ഇത് കേട്ടപ്പോൾ. അത് കഴിഞ്ഞ് കണ്ണിനെ സുഖിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ തിരുമേനി പ്രസാദം തരും. ഒരു ചിരിയോടുകൂടി ആ പ്രസാദം തരുമ്പോൾ തന്നെ ഒരു സുഖ, പ്രസാദിച്ചിട്ടാണ് തരുന്നത്. ആ മൂക്കിൽ അതൊന്ന് ഘ്രാണിക്കും. മൂക്കിനെ സുഖിപ്പിച്ചില്ലേ, അത് കഴിഞ്ഞാലോ തീർത്ഥം തരും. നാവിനെ സുഖിപ്പിച്ചില്ലേ, ചന്ദനം തോണ്ടി ഒരൊറ്റ തേകല. അപ്പോഴോ ത്വക്കിനെ സുഖിപ്പിച്ചു. പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിച്ചില്ലേ. ഇവിടെ വന്നാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അറിഞ്ഞ് ആരാധിക്കുക. തിരുമേനി പൂജിക്കുന്ന എല്ലാതും നോക്കൂ, നമ്മുടെ ശരീരത്തിനെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാ. വിളക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തേ നമ്മൾ നിലത്ത് വെക്കാതെ ഒരു കിണ്ണത്തിൽ വെച്ച്? വിളക്ക്, മണി, ശംഖ്, ഗ്രന്ഥം ഇതൊന്നും ഭൂമിക്ക് താങ്ങാൻ ഇതിൻ്റെ ഒന്നും ഭാരം ആവില്ല. അതുകൊണ്ടാ തിരുമേനി ഒരു തട്ടത്തിലാ വെക്കുക ഈ പറഞ്ഞ പൂജാദ്രവ്യങ്ങളും സാധനങ്ങളും ഒക്കെ. നോക്കിയിട്ടുണ്ടോ? ആ കിടകിടാകിലിക്കണ മണി, ശംഖ്, പൂക്കളെ എല്ലാം തട്ടത്തിലാ വെക്കുക. ഇങ്ങനെ എല്ലാം അറിഞ്ഞാരാധിക്കുക. അറിഞ്ഞ് ഒരുപാട് തവണ ഇവിടെ വന്ന് സഹസ്രനാമം ജപിക്കുമ്പോൾ, നാരായണീയം അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ, നിങ്ങൾ ജ്ഞാനപ്പാനയിലൂടെ, ഹരിനാമകീർത്തനത്തിലൂടെ, രാമായണത്തിലൂടെ, നാരായണീയത്തിലൂടെ, ഗീതയിലൂടെ, ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് കയറി അവസാനം ഒരു വിഷ്ണു സൂക്തമെങ്കിലും, ഒരു ദേവി സൂക്തമെങ്കിലും, എന്തെങ്കിലും ഒരു സൂക്തം, പുരുഷ സൂക്തമെങ്കിലും പഠിച്ച് ഒരൊറ്റ സൂക്തം നിങ്ങൾ സ്വരിച്ച് ചൊല്ലിയാൽ നിങ്ങളുടെ ജന്മം പൂർണ്ണമായി. അതിനാണ് ജന്മം കിട്ടിയത്, അല്ലാതെ ഇവിടെ സുഖിച്ചിരിക്കാനല്ല. ഇന്ന് രാവിലെയായിട്ട് എത്ര നേരാ ചിരിച്ച്? വളരെ കുറച്ചായിരിക്കും. ടെൻഷനാ, പ്രശ്നങ്ങളുടെ ലോകത്താ. പക്ഷെ ആത്മാനുഭൂതി, ഞാൻ പറഞ്ഞില്ലേ, വിഷയ സൗഖ്യം അങ്ങനെ അനുഭവിക്കും മൃഗങ്ങളെ പോലെ. എന്താ ആചാര്യസ്വാമി പറഞ്ഞത്? മനുഷ്യരൂപേണ മൃഗം ചരന്തി. നാമം ജപിക്കാത്തവരെ കുറിച്ച് പറഞ്ഞതാ. വിവേകാനന്ദ സ്വാമി എന്താ വിളിച്ചേ കേരളത്തിൽ വന്നിട്ട്? ഭ്രാന്താലയമേന്ന്. കാരണം ഒക്കെ ഇതിന്റെ പുറകെ ഓടുക. അതൊക്കെ കിട്ടുന്ന ഇവിടെ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. 10ാം തീയതി ആയ ബില്ലായില്ലേ നമ്മളെ ശമ്പളം മുഴുവനെ. എത്രയൊക്കെ ഇതുള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ടോ ഇതിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുക, ഈ ശരീരസുഖത്തിനപ്പുറം, ഭൗതിക സുഖത്തിനപ്പുറം ഒരു ഭജനാനന്ദം ഉണ്ട്. ഇവിടെ ഇന്നിങ്ങനെ ചൊല്ലുമ്പോൾ തവ വിലോകനാൽ ഗോപികാജന, ആ ഗോപികാഗീതം ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് ഭജനാനന്ദം. ഇനി ഇതിനും അപ്പുറം നിങ്ങൾക്ക് ഒരു ബ്രഹ്മാനന്ദം ഉണ്ട്. അത് ഒരിക്കലും നശിക്കാത്ത ആനന്ദം. അത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഉള്ളിലിരുന്ന് അനുഭവിക്കേണ്ടതാ. ആ ഒരു ലെവലിലേക്ക് ഉയരാൻ എല്ലാവരെയും നിങ്ങളെ ഈ കുർമാവതാരമൂർത്തിയായ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യജ്ഞം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. രാവിലെ തുടങ്ങിയതാ, വീട്ടിലെത്താൻ നേരം വൈകി അല്ലേ? സമർപ്പിക്കുകയാണ് കേട്ടോ. ഞാനോട് വരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി, ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിന്മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.